ഹായ് വെൽക്കം. നമ്മുടെ കൂട്ടത്തിലുള്ള കലാകാരന്മാരും കലാകാരികളും ആദ്യം കമന്റ് ഇട്ടേക്കണം ഏത് ഫീൽഡിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നും ഏതിലാണ് നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളതെന്നും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് 2024 LDC പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് വരെ ചോദിച്ചിട്ടുള്ള കലയിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റുകളും ഒക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും. അതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സെറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ വിവിധ കലകളിലൂടെ പോകും. പലവരുടെയും എന്താ പറയാ കഴിവുകളെ നമുക്ക് പല രീതിയിലായിട്ട് കാണാനും പഠിക്കാനും പറ്റും. ഓക്കെ, വിഷ്വലി മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് സഫർ ആണ്. ഓക്കെ, ഇത് ലിയനാർഡോ ഡാവിഞ്ചി വരച്ചിട്ടുള്ളതാണ് ആണല്ലോ. ഓക്കെ, എന്നാൽ ജനറേറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി മോഡേൺ ആക്കി ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ ഉൾപ്പെടെ നമുക്ക് കണ്ടു പഠിച്ചു പോകാം. അപ്പൊ നമുക്ക് 2024 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പറഞ്ഞങ്ങ് തുടങ്ങിയാലോ. ഓക്കെ, 1923 രചിക്കപ്പെട്ട ഭൂതരായൻ എന്ന നോവലിന്റെ കർത്താവ് ആരാണ് ഭൂതരായൻ. അപ്പൊ ഓർത്താൽ മതി, ഭൂതം വരും കഴിക്കുക എന്ന് പണ്ട് അപ്പന്മാരൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ, ഭൂതം വരും കഴിച്ചോ എന്നുള്ളത്. അപ്പം രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. ഓക്കെ, രാമവർമ്മ അപ്പൻ തമ്പുരാൻ ഓർത്തോണം. രാമവർമ്മ അപ്പൻ തമ്പുരാൻ, ഭൂതരായൻ, ഭൂതം വരും എന്ന് അപ്പന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ റെയർ ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാ. ആർട്സിൽ നിന്ന് പൊതുവേ ചോദ്യങ്ങൾ ഇങ്ങനെ ടഫ് ആക്കിയൊക്കെ വരുമ്പോൾ ഒട്ടും അറിയാതെ മാത്രം സ്കിപ്പ് ചെയ്യുക. ഒത്തിരി റിപ്പീറ്റഡ് വരുന്നുണ്ട്, അത് നമുക്ക് പഠിക്കാം. ഇനി വെട്ടത്ത് സമ്പ്രദായം എന്താണെന്നറിയാം. ഈ നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് വെട്ടത്ത് വെച്ചാണ് കഥകളി കളിക്കുന്നത്. അപ്പൊ ആ ഷെയ്ഡും ഷാഡോ ഒക്കെ കിട്ടിയിട്ട് രൂപങ്ങളൊക്കെ അടിപൊളിയായിട്ട് മാറും. അപ്പം വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഭൂതരായനാണ്, ഭൂതം വരുന്ന അപ്പന്മാര് പണ്ട് പറയത്തില്ലേ. അപ്പൊ രാമവർമ്മ അപ്പൻ തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ അല്ലേ. ഇനി മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ, ഇതങ്ങ് ബൈഹാർട്ട് ചെയ്തോണം കേട്ടോ. മേഘരൂപൻ. അപ്പം കാറ്റത്ത് മേഘം, കാറ്റത്ത് എന്നുള്ള ആറ്റൂർ എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കണം കേട്ടോ. അപ്പം ആറ്റൂർ രവിവർമ്മയാണ് ഇത്. ഓക്കെ, ആറ്റൂർ രവിവർമ്മയാണ്. അപ്പൊ മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരംഭിച്ച് ആറ്റൂർ രവിവർമ്മ. മേഘം, കാറ്റത്ത് മേഘം പോത്തില്ലേ, അപ്പൊ കാറ്റത്ത് ആ ആറ്റൂർ രവിവർമ്മ മേഘരൂപൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് ലാസ്റ്റ് നടന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആരാണ്? ഓക്കെ, പ്രിയയാണത്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ളത് CAയിൽ ഉൾപ്പെടുന്ന ഭാഗമായി ഈ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? മിഴാവാണ് കൂത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മിഴാവാണെന്ന് ഓർത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, മിഴാവ്. ഇനി നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ട്, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ജോയിൻ ചെയ്യണമെന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതേപോലെ ഒത്തിരി മാരത്തോൺസ് ഉണ്ട്. ഇതുപോലെ നമ്മൾ 10-30 ഡെയിലി ക്യൂസ് നടക്കുന്ന ടെലഗ്രാമിൽ ലൈവായിട്ട് ജോയിൻ ചെയ്യുക, റിവിഷൻ കിട്ടും. അതേപോലെ നമ്മുടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ പോളുകളുണ്ട്, ഫുൾ റിവിഷനും കിട്ടും. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പം ഇത് നോക്കിക്കാണേ, ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ളതിലെ ആർട്സിലെ കുറെ പിക്ചേഴ്സും എന്താ പറയാ പ്രതിമകളും ഒക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ വരുന്നത് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവഡോർ ഡാലി, അപ്പൊ അധികം ഫേമസ് ആയിട്ട് കേട്ടിട്ടില്ലല്ലോ, പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് കുറെ പ്രധാനപ്പെട്ടത് പഠിച്ചിട്ട് പോവാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. സാൽവഡോർ ഡാലിയുടെ രചന അല്ലാത്തത് ഏത്? ഈ സാൽവഡോർ ഡാലിയുടെ രചനയാണ് ദി ഗോൾഡൻ ഏജ്. ഇതാണ് ആ പടം കണ്ടോ. സാൽവഡോർ ഡാലിയുടെ രചനയാണ് ദി ഗോൾഡൻ ഏജ്, ദി ഗോൾഡൻ എറ, ദി ഗോൾഡൻ ഏജ് ആണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ സാൽവഡോർ ഡാലിയുടേതാണ്. അടുത്ത ക്രിയേഷൻ ഓഫ് ആഡം, മൈക്കിൾ ക്രിയേഷൻ ഓഫ് ആഡം, ദ ക്രിയേഷൻ ഓഫ് ആഡം, മറക്കരുത്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നുള്ള പടമാണിത്. ഓക്കെ, ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി, ഇതും സാൽവഡോർ ഡാലിയുടേത്. ഇദ്ദേഹമാണ് സാൽവഡോർ ഡാലി. ഓക്കെ, അപ്പം ദി ഗോൾഡൻ ഏജ് ഉണ്ട്, പിന്നെ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറിയും ഉണ്ട്, പിന്നെ മെൽറ്റിംഗ് വാച്ച് അല്ലെ, മെൽറ്റിംഗ് വാച്ചസും ഇദ്ദേഹത്തിന്റെയാണ്, സാൽവഡോർ ഡാലിയുടേതാണ്. ഓക്കെ, ക്രിയേഷൻ ഓഫ് ആഡം മറക്കരുത്, മൈക്കിൾ ആഞ്ചലോ ആണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പം താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ സാൽവഡോർ ഡാലിയുടെ അല്ലാത്തത് ഏതാ? ഗോൾഡൻ ഏജ് സാൽവഡോർ ഡാലിയുടേതാണ്, പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി സാൽവഡോർ ഡാലിയുടേതാണ്, മെൽറ്റിംഗ് വാച്ചസും സാൽവഡോർ ഡാലിയുടേതാണ്, ആലിസ് ഇൻ വണ്ടർലാൻഡും സാൽവഡോർ ഡാലിയുടേതാണ്. അപ്പം ദ ക്രിയേഷൻ ഓഫ് ആഡം ആരുടെയാ? മൈക്കിൾ ആഞ്ചലോ. ഓക്കെ, ദ ക്രിയേഷൻ ഓഫ് ആഡം മൈക്കിൾ ആഞ്ചലോ ആണ്, മറക്കരുത്. ക്രിയേഷൻ ഓഫ് ആഡം ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. റെഡി? അപ്പൊ ഇതെല്ലാം പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. നോക്കിക്കേ, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, ദ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? ഓക്കെ, ഇതാണ് ആ പടം, ദ പൊട്ടറ്റോ ഈറ്റേഴ്സ്. നിങ്ങൾ ഓർത്താൽ മതി, ഒരു സെന്റ് ഭൂമിയിൽ ഇവരിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് പൊട്ടറ്റോ തിന്നുവാണെന്ന് ഓർത്താൽ മതി. സന്തോഷമായിട്ടിരുന്ന ഒരു പൊട്ടറ്റോ തിന്നുവാണ് 1 സെന്റ് ഭൂമിയിൽ നിന്ന് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പമാവും. ഓക്കെ, അപ്പം ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, അല്ലാതെ ഇതെല്ലാം നമുക്ക് പഠിച്ചു വെച്ചെങ്കിൽ നടക്കത്തില്ല. കണക്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഉപയോഗം വരും. അല്ലാതെ ഇത് എന്നേലും ഒരാൾ ചോദിച്ചാൽ പറയണമെന്നില്ല, ഓപ്ഷൻ കണ്ടാൽ കിട്ടണം. അപ്പം ദി പൊട്ടറ്റോ ഈറ്റേഴ്സ്, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, 1 സെന്റ് ഭൂമിയിലാണ് കേട്ടോ. വിൻസെന്റ് വാൻ ഗോഗ് ആണ്. ഓക്കെ, 1 സെന്റ് ഭൂമിയിൽ ഇരുന്ന് എല്ലാവരും ഇരുന്ന്
ഉരുളക്കിഴങ്ങ് തിന്നുമെന്ന് ഓർത്തോണം. അപ്പോൾ വിൻസെന്റ് വാൻ ഗോഗ് ഓർത്ത് വെച്ചോണം. ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട ഇതൊക്കെ ഉണ്ട്. ലാസ്റ്റ് സഫർ ഉണ്ട് അല്ലെ, പിന്നെ വേറെ ഏതാ, സഫറാണ്, പിന്നെ പറഞ്ഞു തിരിഞ്ഞിട്ടില്ലെങ്കിൽ വേറെ നമ്മുടെ മോണോലിസ ഉണ്ട്. ഇനി പ്രധാനപ്പെട്ടത് കുറെ വരുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പം ദി പൊട്ടറ്റോ ഈറ്റേഴ്സ് വിൻസെന്റ് വാൻ ഗോഗ് ആണ്. ഓക്കെ അല്ലേ, ശരി. ഇനി ലിയനാർഡോ ഡാവിഞ്ചിയുടെ ദ ലാസ്റ്റ് സപ്പർ കണ്ടല്ലോ, അതിന്റെ എ ക്രിയേറ്റഡ് ആയിട്ടുള്ളത് നമ്മളുണ്ട്. ദ ലാസ്റ്റ് സപ്പർ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വെച്ചോണേ. ദ ലാസ്റ്റ് സപ്പർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലേഡി വിത്ത് ആൻഡ് എർമിൻ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ വേറെ പ്രധാനപ്പെട്ട ഏതാ, മോണോലിസ അല്ലെ. അപ്പം ഈ പുരികം ഇല്ലാത്തതിൻ്റെതായിട്ടാണ് വിഷമത്തോട് നോക്കിയാൽ വിഷമിച്ചിരിക്കുമെന്നും ചിരിച്ചു നോക്കിയാൽ ചിരിച്ചിരിക്കും എന്നുള്ളൊരു സംഭവം ഈ മോണോലിസയിൽ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് വേൾഡ് ഫേമസ് ആവുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പം ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ടത് കണ്ടല്ലോ. ദി ക്രിയേഷൻ ഓഫ് ആഡം ആരുടെ ആയിരുന്നു, മൈക്കിൾ ആഞ്ചലോയാണ്. റെഡി അല്ലേ. ഇനി നോക്കിക്കേ, മഹാഭാഗവത്തിലെ ഓക്കെ അഷ്ടമസ്കന്ധം കഥ ഇതിവൃത്തമാക്കിയിട്ടുള്ള 184 ചതുരശ്ര വിസ്തീർണമുള്ള ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ എവിടെയാ, കൃഷ്ണപുരം കൊട്ടാരമാണ്. ഓർത്തു വെച്ചോളൂല്ലോ ഇല്ലേ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം എവിടെയാണുള്ളത്, കൃഷ്ണപുരം കൊട്ടാരമാണ്. അതെവിടെ, കായംകുളം, ആലപ്പുഴയാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോണം കേട്ടോ. ഇതാണ് ചുമർചിത്രം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടോണം. നോക്കിക്കേ, ഒരു ആന ഒരു മുതല കടിക്കുന്നുണ്ട് കാലില്. ബാക്കി ഈ സംഭവങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. ഏറ്റവും വലിയ ചുമർചിത്രമാണ്, ഇത് ഓർത്തു വെച്ചോണേ. ഓക്കെ, ശരി. ഇനി അടുത്ത് രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? രാജാ രവിവർമ്മയുടെ റിപ്പീറ്റഡ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. വീണ മീട്ടുന്ന സ്ത്രീ രാജാ രവിവർമ്മയുടേതാണ്. ഓക്കെ, പിന്നെ ഹംസവും ദമയന്തിയും രാജാ രവിവർമ്മയുടേതാണ് അല്ലെ. വിശ്വാമിത്രനും മേനകയും രാജാ രവിവർമ്മയുടേതാണ്. നമുക്ക് കുറെ പടങ്ങൾ കണ്ടിട്ട് വരാം. ഓക്കെ, ഹംസ, ദമയന്തി, ശകുന്തള, ദമയന്തി. ദമയന്തിയുടെ മിക്കവാറും ഉള്ളതെല്ലാം ആരുടേതാ, രാജാ രവിവർമ്മയുടേതാണ്. അപ്പൊ ഹംസ, ദമയന്തി, ശകുന്തള. പിന്നെ നോക്കിക്കേ, ദേർക്കം സ്വപ്പ, ഇതൊക്കെ ഇമ്പോർട്ടന്റ്. മിൽക്ക് മെയ്ഡ് ഒക്കെ ആ കൊട്ടാരത്തിൽ ഇരിപ്പുണ്ട് ആ പടം. ഇത് നമ്മള് എന്താ പറയാ, ഇരുട്ടത്ത് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിട്ടല്ല, അതായത് വിൻഡോസ് ക്ലോസ് ചെയ്ത് ആ റൂമിൽ പോയി ഇതിന്റെ ഒറിജിനൽ പടത്തിൽ നോക്കുമ്പോൾ ഇത് ഗ്ലോ ചെയ്യുന്ന പോലെ തോന്നും. ദ മിൽക്ക് മെയ്ഡ് എന്നുള്ളത് ഓക്കെ തിളങ്ങുന്നത് പോലെ തോന്നും. അത്ര അടിപൊളി പെയിന്റിംഗ് ആണ് ഇതൊക്കെ. അപ്പം നമുക്കിവിടെ പഠിച്ചു വെക്കേണ്ടത് നോക്കിക്കേ, രാജാ രവിവർമ്മയുടെ ഹംസ, ദമയന്തി, ശകുന്തള, ദമയന്തി, വീണമീട്ടുന്ന സ്ത്രീ ഇതാണ് കേട്ടോ. അപ്പൊ പടമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനൊരു പർച്ചേസ് ചെയ്യുന്ന സൈറ്റിൽ കയറി എടുത്തതായത്. അപ്പം വീണമീട്ടുന്ന സ്ത്രീയൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. പിന്നെ എന്തേ നമുക്കിപ്പോ നോക്കാം. വീണമീട്ടുന്ന സ്ത്രീയും ഹംസവും ദമയന്തി. ഹംസ എന്ന് ഞാൻ പറഞ്ഞു, ഹംസവും ദമയന്തിയാണ് കേട്ടോ ഇവിടെ ഇതേ. ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെ ആരുടെയാന്ന് കിട്ടിയല്ലോ. എന്നാൽ ഉമ്മയുടെ തപസ്യ ആരുടെയാന്ന് അറിയാമോ? ഉമ്മയുടെ തപസ്യ നന്ദലാൽ ബോസിന്റേതാണ്. ഓക്കെ, നന്ദലാൽ ബോസിന്റേതാണെന്ന് ഓർത്തോണേ. നന്ദലാൽ ബോസിന്റേതാണ് ഉമ്മയുടെ തപസ്യ. റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലോട്ട് പോകുക. സതി, ഇത് ഒത്തിരി റിപ്പീറ്റഡ് ആണ്. ഹിസ്റ്ററിയിൽ നിന്ന് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്ററിയിലത്തെ ലിറ്ററേച്ചർ ഭാഗത്തുനിന്ന് ഇത് വന്നിട്ടുള്ളതാണ്. സതി, ആ പടം കണ്ടോ, നമുക്കിത് കണ്ടുപഠിക്കാം. നോർത്തോണേ, സതി. ഓക്കെ, സതി ഇത് ആര് വരച്ചിട്ടുള്ളതാണ്? നന്ദലാൽ ബോസ് വരച്ചിട്ടുള്ളതാണ് സതി അല്ലെ. അതേപോലെ ഒരെണ്ണം കൂടി ഇനി ചോദിച്ച് നമുക്ക് പറയാൻ പറ്റും, ഉമ്മയുടെ തപസ്യ വരച്ചതും ആര് തന്നെയാ? നന്ദലാൽ ബോസ് ആണ്. ഉമ്മയുടെ തപസ്യ നന്ദലാൽ ബോസ് ആണ് അല്ലെ. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂല്ലോ. ഇനി അമൃത് ഷേർഗിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അമൃത് ഷേർഗിലിന്റെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2-3 ചോദ്യങ്ങൾ പറയാം. ദി സ്റ്റോറി ടെല്ലർ, കാരണം ഏറ്റവും വലിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഒരു പിക്ചർ ആണത്. ദ സ്റ്റോറി ടെല്ലർ, അത് അമൃത് ഷേർഗിലിന്റെ ആണ്. ദി സ്റ്റോറി ടെല്ലർ, അതുകൊണ്ട് അത് പഠിച്ചു വെച്ചോണം. ദി സ്റ്റോറി ടെല്ലർ ഓക്കെ, അമൃത് ഷേർഗിലിന്റെ ആണ് ദ സ്റ്റോറി ടെല്ലർ. ഇനി അഭിനേന്ദ്രനാഥ് ടാഗോറിന്റെ റിപ്പീറ്റഡ് ഒരെണ്ണം പഠിച്ചാലോ, എന്തെയാ പടങ്ങളൊക്കെ. അപ്പൊ ഇനി അത് വരുന്നുണ്ട്, നമുക്ക് അപ്പൊ പഠിക്കാം. ഓക്കെ, ഭാരത മാതാ ചിത്രമൊക്കെ ഓർത്തു വെച്ചോണം. ഓക്കെ, ഗ്രാമീണ ചെണ്ടക്കാരൻ, അതൊക്കെ ഇനി വരും വിത്ത് പടം. ഇപ്പൊ നിങ്ങൾക്ക് ഓവർലോഡ് ആക്കാതിരിക്കാൻ വേണ്ടി പറയാത്തതാണ്. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കണം. നന്ദലാൽ ബോസിന്റെ സതി, ഗ്രാമീണ ചെണ്ടക്കാരനും നന്ദലാൽ ബോസിന്റേതാണ്. ഉമ്മയുടെ തപസ്യയും നന്ദലാൽ ബോസിന്റേതാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത രാജാ രവിവർമ്മയുടെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാലോ, ഹംസവും ദമയന്തിയും ഒക്കെ പറയാൻ പറ്റും, അല്ലെ ശകുന്തള പറയാൻ പറ്റും, വീണമീട്ടുന്ന സ്ത്രീ പറയാൻ പറ്റും. ഓക്കെ അല്ലേ. അമൃത് ഷേർഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് സ്റ്റോറി ടെല്ലർ, മറക്കരുത്. അതേപോലെ 2 എലിഫൻസ് ഒക്കെ അമൃത് ഷേർഗിലിൻ്റെതാണ് കേട്ടോ. 2 എലിഫൻസ്. പിന്നെ അത് സ്റ്റോറി ടെല്ലർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മൈക്കൽ ആഞ്ചലോയുടെ ലാ പിയാത്തെ എന്നുള്ള പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം എന്താണ്? ഈ ശില്പം നിങ്ങൾ നോക്കിക്കേ, ഇതിൽ നിന്നും നമുക്ക് കരുണ എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ലാ പിയാത്തെ കരുണയാണ്. ഓക്കെ,
ലാപ്പിയാത്തെ കരുണയാണെന്ന് ഓർത്തു വെച്ചോണം. പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്, മറക്കണ്ട. അപ്പൊ ലാപ്പിയാത്തെ മൈക്കിളാഞ്ചലോടെയാണ് ഇമ്പോർട്ടന്റ്. മൈക്കിളാഞ്ചലോടെ വേറെ എന്തോ നമ്മൾ പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ വന്നേ. ദ ക്രിയേഷൻ ഓഫ് ആഡം മൈക്കിളാഞ്ചലോടെയാണ് അല്ലെ. പിന്നെ ലിയനാർഡോ ഡാവിഞ്ചി ഇല്ലേ, ലിയനാർഡോ എല്ല് വെച്ച് മോണോലിസ, ലാസ്റ്റ് സപ്പർ, ഇത് രണ്ടും ഓർത്തു വെച്ചോണം. ഓക്കെ. എന്നാൽ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആരുടെയാന്ന് ചോദിച്ചാൽ മൈക്കിളാഞ്ചലോ. ക്രിയേഷൻ ഓഫ് ആഡം, ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ലാപ്പിയാത്തെ, ഇതൊക്കെ ആരുടേതാ? മൈക്കിളാഞ്ചലോടേതാണ്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ മോണോലിസയും ലാസ്റ്റ് സപ്പറുമാണ്, ഓർത്തു വെച്ചോണം. ഓക്കെ, ശരി. അപ്പൊ ലാപ്പിയാത്തെ കരുണയാണ്. ഓക്കെ, ലാപ്പിയാത്തെ കരുണയാണ്. ഇനി നോക്കിക്കേ, താഴെ പറയുന്നവയിൽ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാം? അപ്പൊ നമുക്കിതിൽ നോക്കാം. ഈ കണ്ണൂർ ജില്ല എന്നുള്ളതാണ് ഈ കൂട്ടത്തിലെ തെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്ത് ആണ് ജനനം. ഓക്കെ, അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് മാറിയത്. അപ്പൊ ഇതുപോലെ എല്ലാവരും പഠിച്ചു വെക്കൽ പ്രാക്ടിക്കൽ ആണോ? ഒരിക്കലും അല്ല. ഒട്ടും അറിയാതെ ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുമായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതിലല്ലാതെ വേറൊരു മാർഗം അതിലില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയാൻ നിങ്ങൾ പഠിക്കണം. അപ്പം ഇതിൽ കാനായി കുഞ്ഞിരാമന്റെ ഓർത്ത് വെച്ചോണേ, കാസർഗോഡാണ്. കാനായി കുഞ്ഞിരാമൻ കാസർഗോഡ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഒന്നാമത്തേത് തെറ്റാണ്. അപ്പോഴേ ഒന്നുള്ളത് ക്യാൻസൽ ചെയ്ത് കളയുവാണെങ്കിൽ ഇത് പോകും. അതിന് ഒന്നാമത്തെ അറിയണ്ടേ അല്ലേ? അത് സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള എല്ലാവരെയും പഠിച്ചു വെക്കലും എല്ലാ പിക്ചേഴ്സ്, കാരണം ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളും 100 കൂടുതൽ പടങ്ങൾ വരച്ചിട്ടുണ്ട്, ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എന്താ പറയുക, കവിതകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം പഠിക്കൽ പ്രാക്ടിക്കലാണോ? അല്ല, നടക്കത്തുമില്ല. അപ്പൊ നമുക്ക് PSC ചോദിച്ചിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ഓപ്ഷനിൽ നിന്നുള്ളവരെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു 90% ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം കാനായി കുഞ്ഞിരാമന്റെ ഓർത്തോളുമല്ലോ, അത് കാസർഗോഡായിരുന്നു. ഇനി അടുത്ത നോക്കിക്കേ, പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യനാണ്. ഇതൊക്കെ ഇതോടുകൂടി പഠിച്ചോണം. കാനായി കുഞ്ഞിരാമന്റേത് കേട്ടോ. പണിക്കറും ധനപാലനും ഓർത്തോണം. രാജരവിവർമ്മയുടെ അവാർഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇന്നടത്ത് പഠിച്ചു എന്നുള്ളതും ഓർത്തു വെച്ചോണം. പോസ് ചെയ്ത് പഠിച്ചിട്ട് അടുത്തതിലോട്ട് പോകാവേ. ഓക്കെ, ഇനി അടുത്തത് കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? 2020 നിങ്ങൾ ലേറ്റസ്റ്റ് പഠിച്ചു വെച്ചോണം കേട്ടോ. 2020 സുബ്രഹ്മണ്യമാണ്. 2020 സുബ്രഹ്മണ്യമാണ്. 2020 സുബ്രഹ്മണ്യമാണ്, ഓർത്തു വെച്ചോണം. പിന്നെ 2020 കഴിഞ്ഞിട്ടുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത്, അതായത് 2020 കഴിഞ്ഞിട്ടുള്ള വർഷത്തിന്റെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പൊ കിട്ടിയത് PR കുമാര കേരളവർമ്മയ്ക്കാണ്. ഓക്കെ, PR കുമാര കേരളവർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സ്വാതി സംഗീത പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കർണാട്ടിക് സംഗീതജ്ഞനായിട്ടുള്ള PR കുമാര കേരളവർമ്മയ്ക്കാണ്. ഓർത്തു വെച്ചോളൂല്ലോ. ഓക്കെ, അപ്പം റീസെന്റ് ആയിട്ടുള്ളത് പഠിച്ചു വെച്ചോണം, സ്വാതി പുരസ്കാരമേ. ഇനി സോപാന സംഗീതജ്ഞനായിരുന്ന ഞെളരത്ത് രാമപൊതുവാളിന്റെ അനുയോജ്യമായിട്ടുള്ള വസ്തുതകൾ കണ്ടെത്തുക. കാനായി കുഞ്ഞിരാമൻ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു. അതേപോലെ അടുത്തത് സോപാന സംഗീതജ്ഞനാണ്. പക്ഷെ ഇങ്ങനെയുള്ളത് വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കിക്കേ, സോപാനം എന്നുള്ളത് ആത്മകഥയാണ്. ജനഹിത സോപാനം എന്നുള്ള ജനകീയ രൂപം ആവിഷ്കരിച്ചതും ഇദ്ദേഹമാണ്. അപ്പം 1ഉം 3ഉം മാത്രമാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റുക. ഓക്കെ, ഓർത്തു വെച്ചോളൂല്ലോ. അപ്പം ആരൊക്കെയാണ്? മ്യൂസിക് ടൈം ആണ്. ഇതേ ഖയാൽ കുമാർ എന്നുള്ള നൃത്തരൂപങ്ങളുണ്ട്, ഡാൻസ് ഫോംസ്. ഓക്കെ, ഖയാൽ കുമാർ. ഓക്കെ, അത് രാജസ്ഥാനിലേതാണ് ചോദിച്ചിട്ടുണ്ട്. ഖയാൽ കുമാർ എന്നുള്ള നൃത്തരൂപം ഡിഫറെന്റ് ആണ്, അതാണ് ഇത് ഖയാലാണ് കേട്ടോ. എങ്ങനെയുണ്ട്? രാജസ്ഥാനിലുള്ളതാണ് ഖയാൽ കുമാർ. ചാടി ഇറങ്ങുന്നതൊക്കെ കണ്ടോ? ഓക്കെ, ഇത് സിമ്പിൾ ആയല്ലേ? സേഫ് ആയിട്ടൊരിടത്താണ് അവരെല്ലാം നിൽക്കുന്നത്. അടിപൊളി. അപ്പം നോക്കിക്കേ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താ പറയാ, സംഗീതത്തെ പറ്റി. ഖയാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഖയാൽ കുമാർ എന്നുള്ള ഡാൻസ് ഫോംസ് നിങ്ങൾ പഠിച്ചു, അത് രാജസ്ഥാനിലെ ഇപ്പൊ നമ്മൾ കണ്ട ഖയാൽ കുമാർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇവിടെ നോക്കിയ സംഗീതമാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ്? അപ്പം അതാരാണ്? നമ്മുടെ അമീർ ഖുസ്രോ ആണ്. ഓക്കെ, അമീർ ഖുസ്രോ ആണെന്ന് ഓർത്തു വെച്ചോണം. ഖയാലിൽ നിന്നുള്ള സംഗീതത്തിന് അടിത്തറ പാകി ഖയാൽ അമീർ ഖുസ്രോ. എന്നാൽ ഗസലുകളുടേതോ അതാര് പറയും നമ്മള്? അപ്പൊ ഗസലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിർസ ഖാലിബാണ്. ഓക്കെ, മിർസ ഖാലിബാണ് ഗസലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മിർസ ഖാലിബ് ഇമ്പോർട്ടന്റ്. ഗസലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മിർസ ഖാലിബും പിന്നെ ഖയാൽ എന്നുള്ള സംഗീതത്തിന് രൂപം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമീർ ഖുസ്രോയുമാണ്. അമീർ ഖുസ്രോയുമാണ്. ഓക്കെ, ഖയാൽ അമീർ ഖുസ്രോ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഗസല് റിപ്പീറ്റഡ് ആണ്. മിർസ ഖാലിബ്, ഗസല് മിർസ ഖാലിബ്. ഓക്കെ, ഗസല് മിർസ ഖാലിബ്. ഓക്കെ അല്ലെ? ഇനി പഞ്ചവാദ്യങ്ങളെ പറ്റി ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ പഞ്ചവാദ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, പഞ്ചവാദ്യങ്ങൾ ഓരോന്നും കണ്ടല്ലോ. അപ്പൊ കൊമ്പ്,
മദ്ദളമുണ്ട്, ഇടയ്ക്കയുണ്ട്, ഇലത്താളമുണ്ട്, തിമിലയുണ്ട്. കണ്ടല്ലോ? ഇതിൽ ഏതാണെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടേക്കണേ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. നിങ്ങൾ മാച്ച് ദ ഫോളോയിങ് പോലെ ഇട്ടാൽ മതി. എങ്ങാണ് ഞാൻ പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഒരു 50 കമന്റ് അതിന്റെ പേരിൽ തന്നെ വരും. ഓക്കെ, അപ്പം ചെണ്ട നമ്മളിത് അത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ. എന്ന വാദ്യോപകരണത്തിന് ചേരാത്ത പ്രസ്താവന, ചേരാത്തതാണ്. ഞാൻ എപ്പോഴും ചേരാത്തതെന്ന് വായിക്കുമ്പോൾ ചേരുന്നതെന്ന് മനസ്സിൽ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്, ഇവിടെ തിരുത്തണേ. ചേരാത്തത് ഈ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, ചേരാത്തതാ വേണ്ടത്. അപ്പം പഞ്ചവാദ്യത്തിൽ പെടുന്നു എന്നുള്ളത് ഓൾറെഡി നമുക്ക് തെറ്റാന്ന് പറയാം. കാരണം ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഈ 5 എണ്ണമാണ് അല്ലെ. അപ്പം ഈ 5 എണ്ണം ഓർത്ത് വെച്ചു. ഇതിൽ നമ്മൾ എന്താ ചെണ്ടയുടെ കാര്യം പറയുന്നില്ല. ഒരു പാട്ടില്ലേ, കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ ചെണ്ട ഇല്ലേ? അപ്പം അത് ഓർത്തോണം. തോല് തുകില് വാദ്യമാണ് അല്ലെ. അപ്പൊ തുകൽ വാദ്യമാണ്, തുകിലും. ഇങ്ങനത്തെ സ്വാഭാവികം, നിങ്ങളത് എന്റർടൈൻമെന്റ് ആയിട്ട് എടുത്തത്. അപ്പൊ നോക്കിയേ, ഒരു തുകൽ വാദ്യമാണെന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു തുകൽ വാദ്യമാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അതൊക്കെ ശരിയായിട്ടുള്ള പഞ്ചവാദ്യത്തിൽ പെടുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ളത് 2ആണ്. പിന്നെ നോക്കിക്കേ, ഇത് ഓർത്ത് വെച്ചോണേ, പ്രധാന വാദ്യോപകരണമാണെന്നുള്ളത് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെണ്ടയുമായിട്ട് ശരിയായിട്ടുള്ളതാണ്. തെറ്റെന്താ? പഞ്ചവാദ്യത്തിൽ പെടുന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ വന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ തുകൽ വാദ്യം ഏതൊക്കെയാണെന്നുള്ളതും പഠിച്ചു വെക്കണം. അപ്പം തെറ്റ്, നമുക്ക് അടുത്തതിലോട്ട് പോകാം. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്താണ്? ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേളികൊട്ടാണ്. ഓർത്ത് വെച്ചോണേ, ആദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ കേളികൊട്ട്. അതായത് കഥകളി തുടങ്ങാൻ പണ്ടത്തെ പോലെ നോട്ടിഫിക്കേഷൻസ് അയക്കാനോ അനൗൺസ്മെന്റോ ഇല്ല. അതിന് പകരം കൊട്ടു, കേളികൊട്ടിയാണ് അറിയിക്കുന്നത് കഥകളി നടക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പൊ ആദ്യം കേളികൊട്ട. പിന്നെ കേളികൊട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത് നടക്കുന്നതാണ് കേളിക്കൈ ആണ്. ഓക്കെ, കേളിക്കൈ ആണെന്ന് ഓർത്തോണം. അടുത്തത് തൊട്ടടുത്തത് കേളിക്കൈ അല്ലെങ്കിൽ അരങ്ങുകേളി എന്നറിയപ്പെടും. കേളിക്കൈയാണ്. ഓക്കെ അല്ലേ? ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 എണ്ണം പറയാം. ഈ തോടയം എന്താണെന്നറിയാമോ? നമ്മൾ ആദ്യം പറഞ്ഞു കേളികൊട്ട, കഥകളി തുടങ്ങുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ തൊട്ടടുത്തൊരെണ്ണമാണ് കേളിക്കൈ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു സംഭവമാണ് കർട്ടൻ ഇടും. എന്നിട്ട് അവിടെ എന്ത് പറയാ, വിളക്ക് വെക്കുക. അപ്പൊ ഒരു വെട്ടം കിട്ടത്തില്ല. ആ ഷാഡോയിൽ നിന്ന് രൂപങ്ങൾ ഈ പാട്ടിനനുസരിച്ച് ഓരോ ചുവടുകൾ വെക്കുകയും ഓരോ ആക്ടിങ് കാണിക്കുകയും ചെയ്യും. അതിന് പറയുന്നതാണ് തോടയം. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താ? കർട്ടൻ ക്ലോസ്ഡ് ആണ്. അപ്പൊ പുറകെ നമുക്ക് ഷാഡോ ആയിട്ട് കാണത്തുള്ളൂ. അതാണ് തോടയം. ഓക്കെ, അപ്പൊ തോട വെട്ടം പോലും ഇല്ല. അങ്ങനെ കർട്ടൻ മറിച്ചിട്ടതിന്റെ പുറകിൽ നിന്നാണ് ഇവർ 2 പേര് നിന്ന് ആക്ട് ചെയ്യുന്നത്. അതാണ് തോടയം. തോട വെട്ടം പോലും ഇല്ലെന്നോ എന്തേലും നിങ്ങൾ ഒരെണ്ണം ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ അത് ഓക്കെ അല്ലേ? അപ്പം കർട്ടന്റെ പുറകിൽ നിന്നാണ് ഈ തോടയം. ഓക്കെ അല്ലേ? തിരശീല കൊണ്ട് രംഗം മറയ്ക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങാണ് ഇത്. ഓക്കെ അല്ലേ? 2 മിനുക്ക് വേഷങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് ഗായകർ ചൊല്ലുന്ന ഈ ഒരു സംഭവത്തിന് എന്താ പറയാ, അതിനനുസരിച്ച് നൃത്തം ചെയ്യുന്നത്. ഇതാണ് തോടയം. ഇനി പുറപ്പാട് എന്താ അറിയാം? നായകൻ വരുമ്പോഴേ നമ്മൾ ഓർക്കത്തില്ല എന്തിനുള്ള പുറപ്പാടാണെന്നുള്ളത്. നായകന്മാര് അരങ്ങത്ത് പ്രവേശിക്കുമ്പോൾ ഉള്ള ചടങ്ങാണ് പുറപ്പാടെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, കഥകളുടെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തമാണ് പുറപ്പാട്. ഒന്നാമത്തേത് പുറപ്പാട്, ഡാൻസ്. ഓക്കെ, പിന്നെ ഹീറോ വരുന്നതും പുറപ്പാടിലാണെന്ന് ഓർത്തു വെച്ചോണ്ട്. അപ്പൊ ഡാൻസ്, ഹീറോ. ഓക്കെ, തോടയം തിരശീലയ്ക്ക് പിന്നിൽ, കർട്ടന്റെ പിന്നിൽ നിന്നുള്ളതാണ് ആക്ടിങ് ആണ് തോടയം. പുറപ്പാട് എന്ന് പറയുമ്പോൾ ഹീറോ വരുന്നു, ഡാൻസ് കളിക്കുന്നു, ഹീറോ വരുന്നു. നമ്മൾ മിക്കവാറും സിനിമയിലൊക്കെ അല്ലെ എന്തിനുള്ള പുറപ്പാടായിരിക്കും? നായകൻ ഡാൻസ് ഒക്കെ കളിക്കുന്നു, ഹീറോ വരുന്നു, പുറപ്പാടാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരെണ്ണമുണ്ട്, വരട്ടെ. അപ്പൊ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്താ? കേളികൊട്ട്. ഓക്കെ, കേളികൊട്ടാണ്. നോക്കി, അപ്പൊ ഇതുകൂടെ ഓർത്തു വെച്ചോണേ. രാമനാട്ടമാണ് കഥകളിയായി മാറിയിട്ടുള്ളത്. ഓർത്തു വെച്ചോളൂല്ലോ. കഥകളിയുടെ തുടക്കം മുതൽ അവസാനം വരെ 8 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാണ് കേളികൊട്ട്. ഓക്കെ, കേളികൊട്ട്. പിന്നെ ഓരോ വേഷങ്ങളെ ഒന്ന് നോക്കിക്കേ. ഇത് ഇമ്പോർട്ടന്റ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അത് മാത്രം മതി, നിങ്ങൾ പഠിച്ചാൽ മതി. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇതിൽ ഓരോ വേഷങ്ങളുടെയും പ്രത്യേകത PSC ചോദിക്കുക. അത് മാത്രമല്ല കഥകളി എപ്പോഴും ഫോക്കസ് ചെയ്തോണ്ട് ഇതെല്ലാം റിപ്പീറ്റഡ് ആ പറയുന്നത്. ഇത് ഫുൾ റിപ്പീറ്റഡ് ആണ്. പച്ച എന്താ? ഗ്രീൻ ഫേസ് ആണ്, ഹീറോ ആണ്. ഹീറോ വരുന്നു അല്ലെ, അല്ലെങ്കിൽ കഥകളി തുടങ്ങുമ്പോഴുള്ള നൃത്തം, അല്ലെങ്കിൽ ഹീറോ വരുമ്പോഴുള്ള എൻട്രി, അത് ഏതായിരുന്നു? പുറപ്പാട് അല്ലെ, എന്തിനുള്ള പുറപ്പാടായിരുന്നു എന്നുള്ളതായിരുന്നു അത് അല്ലെ. ഓർത്തു വെച്ചോളൂല്ലോ അത്. ഓക്കെ, എന്നാൽ കർട്ടന്റെ പിന്നിൽ നിന്നുള്ള ആക്ടിങ് ഏതായിരുന്നു? അത് ഓർത്തു വെച്ചോളൂല്ലോ. അത് തോടയമായിരുന്നു അല്ലെ, അത് തോടയമായിരുന്നു. എന്നാൽ കഥകളി അവസാനിക്കുമ്പോൾ ധനാശി എന്ന് പറയും. ധനാശി പാടുക അല്ലെ, ധനാശി പാടുക മലയാളത്തിൽ റിപ്പീറ്റഡ്. ധനാശി പാടുക മീൻസ് അവസാനിപ്പിക്കുക, എൻഡ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ അല്ലെ? പിന്നെ അതേപോലെ ഉണ്ട് കഥകളിയിലെ പ്രസിദ്ധമായിട്ടുള്ള അഭിനയ മുഹൂർത്തം. പ്രസിദ്ധമായിട്ടുള്ള അഭിനയ മുഹൂർത്തത്തിന് പറയുന്നതാണ് ഏകലോചനം. ഓക്കെ, ഏകലോചനം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള
അഭിനയ മുഹൂർത്തത്തിന് പറയുന്നതാണ് ഏകലോചനം. ഓക്കെ, ഏകലോചനം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അഭിനയ മുഹൂർത്തമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട അഭിനയ മുഹൂർത്തമാണ് ഏകലോചനവും. ഇനി ആട്ടവിളക്ക് അറിയാലോ, വിളക്ക് കത്തിച്ച് വെക്കും. ഓക്കെ, മതി. ഇനി നമ്മൾ ഇവിടെ നോക്കുക, പച്ച എന്ന് പറയുന്നത് ഹീറോയാണ്. ഓക്കെ, ഹീറോ പറഞ്ഞ് കാട് കയറിപ്പോയത് നമ്മളെ ഹീറോയുടെ കാര്യം നമ്മൾ പറഞ്ഞത് എന്താ, ഹീറോ വരുന്ന ഡാൻസ് കളിക്കുന്നു, പിന്നെ എന്തിനുള്ള പുറപ്പാടാണ് നമ്മൾ പറയുന്നത്, പുറപ്പാട്. ഇനി കത്തി, ഓക്കെ, ആന്റി ഹീറോയാണ്. ഓക്കെ, ആന്റി ഹീറോയാണ്. പച്ച ഹീറോയാണ്, ഈ കത്തി എന്ന് പറയുന്നത് ആന്റി ഹീറോയാണ്. കരി എന്ന് പറയുന്നത് വില്ലനാണ്, അല്ലെ വിച്ചസ് ആണ്, ഡെമൺ ആണ്. ഓക്കെ അല്ലേ. പിന്നെ താടി എന്ന് പറയുന്നത് സൂപ്പർ ഹ്യൂമൻ ആണ്. ഓക്കെ, സൂപ്പർ ഹ്യൂമൻ ആണ്, സൂപ്പർ ഹ്യൂമന്റെ ക്യാരക്ടറാണ് താടിക്ക്. മിനുക്ക് എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആകാം, സെർവൻസും ആകാം, ലേഡി ക്യാരക്ടറാണ്. കഥകളുടെ എന്ന് നിങ്ങൾ തെറ്റി വായിക്കരുത്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? അത് കഥകളിയാണ്. ഓക്കെ അല്ലെ, കഥകളിയാണ്. എന്നാൽ തനത് നൃത്തരൂപം, കേരളത്തിന്റെ തനത് നൃത്തരൂപം തനിയെ ഇരിക്കാൻ മോഹം എന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യാൻ പറയാം. തനിയെ ഇരിക്കാൻ ആ മോഹം, അല്ലെ, തനിയെ ഇരിക്കാൻ ആ മോഹം, തനത് നൃത്തരൂപം ചോദിക്കുമ്പോൾ മോഹിനിയാട്ടമാണ്. ഇനി സംഗീതം ചോദിച്ച സോപാന സംഗീതവും അതിന് വരും, ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, കുച്ചിപ്പുടി എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശ് അല്ലെ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുമേ, വരട്ടെ, പഠിക്കാം. അടുത്തത്, താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏത്? ഓക്കെ, തോടയം. തോടയം എന്ന് പറയുമ്പം തോട വെട്ടം പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് എന്താ പറയുക, ഇല്ല ഞാൻ ഓർക്കത്തില്ല നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പൊ എക്സാമിന് പോയിരിക്കുമ്പോൾ ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി തോടയം, തോട വെട്ടം പോലും ഇല്ല, 2 വിളക്ക് വെച്ചിട്ടുണ്ട്, 2 ക്യാരക്ടേഴ്സ് ആ നമ്മുടെ തിരശ്ശീല ആ കർട്ടന്റെ പിന്നിൽ നിന്ന് ആക്ട് ചെയ്യുന്നുണ്ട്, അതാണ് തോടയം അല്ലെ. ആട്ടവിളക്ക് എന്താ, വിളക്ക് ഉപയോഗിച്ചാണ് ഇത് നടത്തുന്നത്, ഒരു ഷാഡോ ആണ് ഉപയോഗിക്കുക അല്ലെ. ഏകലോചനം ഏറ്റവും പ്രധാനപ്പെട്ട അഭിനയ മുഹൂർത്തമാണ് ഏകലോചനം നമ്മൾ പറഞ്ഞു. 5 അടിയാണ് ഈ കൂട്ടത്തില് ബന്ധമില്ലാത്തത് കഥകളിയുമായിട്ട്. ഓക്കെ അല്ലെ, അങ്ങനെയാണ് ഇത് പഠിച്ചു വരുന്നത്. ഓക്കെ, അതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ അത് ഓർത്ത് വെച്ചോണേ. അനുഷ്ഠാന കലകൾ ഉൾപ്പെടുന്ന ഒരു തരം തോറ്റം പാട്ടാണ് കേട്ടോ. 5 അടി റെഡി, മിക്കവാറും നാക്കുള്ളിൽ കാണും. അപ്പൊ ഇത് നോക്കിക്കേ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം. ഓക്കെ, PSC ആൻസർ കീ കൊടുത്ത് തെറ്റിച്ചിട്ട് പിന്നെ ശരിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് കാണിച്ചു പഠിപ്പിച്ചു തരുക, നിങ്ങൾ നോക്കി വായിക്കണം. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം, കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ ചക്രവാളം. ഓക്കെ, സാഹിത്യ ചക്രവാളം ഒന്നുകൂടെ വായിച്ച, കേരള സാഹിത്യ അക്കാദമിയുടെ ആണ് സാഹിത്യ ചക്രവാളം, കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ ചക്രവാളവും. അതേപോലെ മലയാളം ലിറ്റററി സർവേ കേരള സാഹിത്യ അക്കാദമിയുടേത്. ഓക്കെ, സാഹിത്യ ചക്രവാളം, അതേപോലെ ഒരെണ്ണം കൂടെ വരും പഠിക്കാം. പിന്നെ മലയാളം ലിറ്റററി സർവേയും കേരള സാഹിത്യ അക്കാദമിയുടേതാണ്, ഓർത്തു വയ്ക്കുവേ. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ബന്ധപ്പെടാത്തതാണ്. ഓക്കെ, മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിലെ പ്രധാന വേഷങ്ങളാണ്. ഇത് ബന്ധപ്പെടുന്നത്, അപ്പൊ ഒന്നുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാമല്ലോ അല്ലെ, നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി നോക്കട്ടെ, ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കാറുണ്ട്. നോക്കിയാലോ. ഓക്കെ അല്ലേ അത്? ശരി. അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇവരെല്ലാരും ഉണ്ടോ? ചെണ്ട എന്തായാലും ഉണ്ടല്ലോ, തുകൽവാദ്യമാണ്. തുകിൽ നിങ്ങൾ പറഞ്ഞില്ല, ചുറ്റും തെറ്റി, തുകൽവാദ്യമാണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ശരി. പിന്നെ കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപമാണ് ആട്ടക്കഥയാണ് അല്ലെ. കഥകളിൽ നിന്ന് നടന്നുണ്ടായതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കണക്ഷൻ വരാൻ പോകുന്നു. അപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ആട്ടക്കഥ അല്ലെ. അതും ഓക്കെ. സംഭാഷണ പ്രധാനമായ സാഹിത്യ രൂപമാണ് കഥകളി. കഥകളിയിൽ സംഭാഷണം പറയുന്നുണ്ടോ? പുറകിൽ നിന്ന് ക്യാരക്ടേഴ്സ് പാടും അല്ലെ, അല്ലാതെ നമ്മുടെ ഡയലോഗ്സോ കാര്യങ്ങളോ അല്ല. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ അത് തന്നെ അവിടെ കിട്ടി, 4 ആണ്. ഓക്കെ, 4 ആണ്, 3 എന്തായാലും അല്ലെന്ന് നമുക്കറിയാം. അപ്പം നോക്കിക്കേ, ചെണ്ട, ശുദ്ധമദ്ദളം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ചേങ്ങില, ഇലത്താളം ഇതൊരു 3 തവണ വായിച്ചിട്ടേ ഇവിടുന്ന് പോകാം. എന്തിനാന്ന് വെച്ചാൽ കഥകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനിയുള്ള എക്സാംസിന് ഉറപ്പായിട്ടും ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യണം എന്ന് ഞാൻ പറയുമെങ്കിലും ഇത് പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ശരി. ഇനി അടുത്തത്, ചവറ പാറക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട്? ഇത് പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ലാസ്റ്റിലും വരും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ട് വൃത്തിക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ചവറ പാറക്കുട്ടി എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ഓർത്തോണം. ഓക്കെ, ചവറ പാറക്കുട്ടി കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, കേരളത്തിന്റെ തനത് നൃത്തരൂപം നമ്മൾ പറഞ്ഞു,
തനിയെ ഇരിക്കാൻ മോഹം എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അല്ലെ? തനിയെ ഇരിക്കാൻ മോഹം എന്നുള്ളത്. അത് മാത്രമല്ല ഈ മോഹിനിയാട്ടത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള സ്വാതി തിരുനാളുമാണ്. അപ്പൊ തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. ഓക്കെ, ശരി. ഇപ്പൊ മോഹിനിയാട്ടം കണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ മോഹിനിയാട്ടികളുണ്ടോ? കമന്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യണം. ഒക്കെ കിടിലൻ സംഭവങ്ങളാണ് കേട്ടോ. ശരി, അടുത്തത് നോക്കിക്കേ, ഭരതമുനിയുടെയാണ് നാട്യശാസ്ത്രം. ഇതൊക്കെ ക്വസ്റ്റിനി വരുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നേ. ഓക്കെ, ഭരതമുനിയുടേത് നാട്യശാസ്ത്രം മറക്കരുത്. ഭരതമുനിയുടേതാണ് നാട്യശാസ്ത്രം. അപ്പൊ നോക്കിയേ, ആട്ടപ്രകാരം എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കുക. നോക്കിയേ, ശരിയായിട്ടുള്ളതാണ് വേണ്ടത്. നമുക്ക് നോക്കാം. ഭരതമുനി എഴുതിയ ഗ്രന്ഥമാണ് എന്നുള്ളത് ആദ്യമേ ക്യാൻസൽ ചെയ്യാം. കാരണം ഭരതമുനിയുടെ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ഏതാ? നാട്യശാസ്ത്രമാണ്. ഓക്കെ അല്ലേ? നാട്യശാസ്ത്രം കിട്ടിയല്ലോ. ശരി, അപ്പം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവന കൂട്ടത്തിലുള്ളത് ഓപ്ഷൻ 2 മാത്രമാണ് കേട്ടോ. ഇത് മാത്രം. ആട്ടപ്രകാരം കൂടിയാട്ടം, അതും കണക്ട് ചോദിച്ചു. കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. ആട്ടപ്രകാരം കൂടിയാട്ടത്തെ പറ്റിയാണ്. ആട്ടപ്രകാരം കൂടിയാട്ടത്തെ പറ്റിയാണ്. ഓക്കെ അല്ലേ? പിന്നെ ഭരതമുനിയുടേത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നാട്യശാസ്ത്രം അല്ലെ? പഠിച്ചു വെച്ചോണേ. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടത് എന്താ? ആട്ടപ്രകാരം എന്നുള്ള ഗ്രന്ഥമാണ്. ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അത് മതി അവിടെ നിന്ന്. അടുത്ത് നോക്കിക്കേ, ഛത്രവും ചാമരവുമാണ്. ഓക്കെ, ഛത്രവും ചാമരവും ശങ്കുണ്ണി നായരാണ്. ഓക്കെ, ഛത്രവും ചാമരവും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എല്ലാം കൊണ്ട് തരുന്നില്ല, ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഛത്രവും ചാമരവും. ഒരു ഇംഗ്ലീഷ് ഇടയ്ക്ക് കയറി വന്നെന്ന് തോന്നി എനിക്ക് പറഞ്ഞപ്പോ. ഇല്ലല്ലോ. അപ്പം ശങ്കുണ്ണി നായരാണ്. ഓക്കെ, ഇത് ശങ്കുണ്ണി നായരാണ്. അപ്പൊ ഛത്രവും ചാമരവും വരുന്നുണ്ട് കേട്ടോ. ശങ്കുണ്ണി നായരാണ്. ഉണ്ണിക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് എന്തെങ്കിലും കണ്ടാൽ ചിലപ്പോൾ ക്ലിക്ക് ആവും. എന്നാലും ഞാൻ ആ കോഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കോഡല്ല, കണക്ഷൻ. നോക്കിയേ, മണി മാധവ ചാക്യാരുമായി അനുയോജ്യമായിട്ടുള്ള മാത്രം കണ്ടെത്തുക. ഇതിന്റെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇനി വരും, കണക്ട് ചെയ്തും പറഞ്ഞുതരാവേ. മണി മാധവ ചാക്യാരുമായി ബന്ധപ്പെട്ടുള്ളത്. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരനാണ് മണി മാധവ ചാക്യാർ. ഓക്കെ, മണി മാധവ ചാക്യാർ ഓർത്ത് വെച്ചാണ് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരനെ. കണ്ണുകൾ നൽകി. ഓക്കെ, ശരി. ഇനി അടുത്തത്, കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്നുള്ള ഗ്രന്ഥം എഴുതി. ഓക്കെ, കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡുമാണ്. അപ്പം ഭരതമുനിയുടെ നാട്യശാസ്ത്രം, മണി മാധവ ചാക്യാർ, നാട്യകൽപദ്രുമം. ഇമ്പോർട്ടന്റ് ആണ്. മണി മാധവ ചാക്യാർ, നാട്യകൽപദ്രുമം. ഓർത്തു വെച്ചോളൂ. കൂടിയാട്ടത്തെക്കുറിച്ചാണ് നാട്യകൽപദ്രുമം. ഓക്കെ, കൂടിയാട്ടത്തെക്കുറിച്ചാണ് നാട്യകൽപദ്രുമം. മണി മാധവ ചാക്യാറാണ്. ഭരതമുനിയുടേതായിരുന്നെങ്കിൽ എന്തുവായിരുന്നു? നാട്യശാസ്ത്രമാണ്. എന്നാൽ നാട്യകൽപദ്രുമം മണി മാധവ ചാക്യാർ എന്തുമായി ബന്ധപ്പെട്ടതാ? കൂടിയാട്ടത്തെ പറ്റി ബന്ധപ്പെട്ടതാ. ഓക്കെ, അപ്പം ഈ മണി മാധവ ചാക്യാർ എന്തുമായി ബന്ധപ്പെട്ടതാന്ന് PS ചോദിക്കും. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ കഥകളിക്ക് കണ്ണുകൾ നൽകി എന്നുള്ളത് ശരിയാ. ഓക്കെ, കഥകളിക്ക് കണ്ണുകൾ നൽകി. പക്ഷെ മണി മാധവ ചാക്യാർ എന്തുമായി ബന്ധപ്പെട്ടതാ? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാ. ഇമ്പോർട്ടന്റ്. അത് ഓർത്തു വെച്ചോണം, അത് റിപ്പീറ്റഡ് ആണ്. അപ്പൊ മണി മാധവ ചാക്യാർ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ, നാട്യകൽപദ്രുമം എഴുതിയതും മണി മാധവ ചാക്യാറാണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതൊക്കെ പഠിച്ചോ. 1ഉം 2ഉം പിന്നെയും വരുന്നുണ്ട്. അപ്പൊ ഇതുകൂടെ മാത്രം ഓർത്താൽ മതി. കാരണം ഛത്രവും ചാമരവും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉണ്ണിക്കെന്ന് അല്ലേ? അത് ഇനി ഓപ്ഷനിൽ നിന്ന് വന്ന ആ പേര് എനിക്കും കിട്ടത്തുള്ളൂ. നിങ്ങളും അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. ശങ്കുണ്ണി നായരാണ്. ഓക്കെ, അപ്പൊ MP ശങ്കുണ്ണി നായരാണ്. ഓക്കെ, അപ്പൊ അത് ശങ്കുണ്ണി നായരാണ്. ഇങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടിക്കോളും, സെറ്റ് ആയിക്കോളും എന്നേ. അപ്പൊ ഇതിൻ്റെ അകത്ത് 1ഉം 2ഉം 3ഉം വരുന്നത് നോക്കണം കേട്ടോ. അപ്പം ഇതും പഠിച്ചോണേ. പത്മശ്രീ പുരസ്കാരം ഇതൊന്നും അങ്ങനൊന്നും പഠിച്ചു വെക്കലോ എല്ലാവരുടെയും പഠിച്ചു വെക്കലോ നടക്കത്തില്ല. പക്ഷെ മണി മാധവ ചാക്യാർ PSക്ക് ഇഷ്ടമാണ്, അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയിട്ടുള്ള നൃത്തരൂപത്തിന്റെ പേരെന്താണ്? കേരള നടനമാണ്. ഓക്കെ, കേരള നടനമാണ്. കുറച്ചു മുന്നേ ഒരു ചോദ്യം ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ഒരു സെക്കൻഡ്. ഇന്ന് ചോദ്യം ഇല്ലായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നോക്കട്ടെ. അപ്പം കേരള നടനം ഗുരു ഗോപിനാഥുമായി ബന്ധപ്പെട്ടത് ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഗുരു ഗോപിനാഥിന്റെ പടമാണ് ഈ തന്നിട്ടുള്ളത് കേട്ടോ. ഗുരു ഗോപിനാഥ് രൂപം നൽകിയിട്ടുള്ള നൃത്തരൂപത്തിന്റെ പേരാണ് കേരള നടനം എന്നുള്ളത് ഓർത്തു വെച്ചോണം. ഇനി അടുത്തത്, കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? അപ്പൊ കലാമണ്ഡലം ദേവികയാണ്. അതങ്ങ് ഓർത്തു വെച്ചോണേ. അപ്പം തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിതയാണ് കലാമണ്ഡലം ദേവിക. പിന്നെ നോക്കിക്കേ, പണ്ഡിതനും തെയ്യം കലാകാരനുമായിട്ടുള്ള രാമൻ. ഓക്കെ, സോറി,
മണക്കാടൻ ഗുരുക്കൾ. ഓക്കെ, മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ഓക്കെ, മണക്കാടൻ ഗുരുക്കൾ. ഓക്കെ, മണക്കാടൻ ഗുരുക്കൾ എന്നുള്ള ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ നോക്കിയോണം, ചിറക്കൽ തമ്പുരാനാണ്. ഓക്കെ, മണക്കാടൻ ഗുരുക്കൾ. ഓക്കെ, മണക്കാടൻ ഗുരുക്കൾ, ചിറക്കൽ തമ്പുരാൻ. ഇനി ഇത് കണ്ടോ, ഇതെന്താ അറിയാം, ഇത് മുടിയേറ്റാണ്. ജസ്റ്റ് ഇത് നോക്കിക്കാം, മുടിയേറ്റ്. മുടിയേറ്റിന്റെ കാര്യം അറിഞ്ഞു വെക്കണം. എന്താ, ഈ ഭദ്രകാളിയും ദാരിക, ഓക്കെ, ഇവര് തമ്മിലുള്ള യുദ്ധമാണ് മുടിയേറ്റിൽ കാണിക്കുന്നത്. അപ്പൊ നോക്കി, ഗോഡസസ് കാളിയും ഡെമൺ ദാരികയും. അപ്പൊ കാളിയും ദാരികയും തമ്മിലുള്ള യുദ്ധമാണ് മുടിയേറ്റിലുള്ളത്. കാളിയും ദാരികയും. ഓക്കെ, കാളിയും ദാരികയും. മുടിയില് താരനായപ്പം കാളിയെ പോലെ ഉറഞ്ഞു തുള്ളി എന്നുള്ളത് വേണം ചുമ്മാ പറയാൻ. ഒരു തവണ പറയാം, ഇത് വെളിയിൽ പോയി പറയല്ലേ. അപ്പൊ മുടിയേറ്റ് ഓർത്ത് വെച്ചോണേ, മുടിയേറ്റ്. ദാരിക താരനാക്കിക്കോ, കാളി. അപ്പൊ കാളിയും ധാരികയുമായിട്ടുള്ള യുദ്ധമാണ് മുടിയേറ്റ്, അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി ഭൈരവി കോലം ഏത് കലയുമായി ബന്ധപ്പെട്ടുണ്ട്? ഇതാണ് ഭൈരവി കോലം. എന്ത് കിടിലായതല്ലേ. അപ്പം ഭൈരവി കോലം, ഭയമായി പോയി പട വരുന്ന കണ്ടിട്ട് എന്ന് ഓർത്താൽ മതി. അപ്പം ഭയമായി പോയി ആ പട വരുന്ന കണ്ടിട്ട് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇതെന്നും കിട്ടും കേട്ടോ. പടയണി, ഭൈരവി കോലം പടയണിയുമായി ബന്ധപ്പെട്ട. മുടിയേറ്റ് എന്തായിരുന്നു? ദാരികയും അല്ലെ കാളിയുമായിട്ടുള്ള യുദ്ധമാണ് മുടിയേറ്റിലുള്ളത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഭയമായത് എന്താ? ഈ പട വരുന്ന കണ്ടിട്ടുണ്ട്. ഭൈരവി കോലം പടയണി ഓർത്ത് വെച്ചോണം. റെഡി. യക്ഷഗാനം 100 തവണ കൂടുതൽ റിപ്പീറ്റഡ് കാസർഗോഡ് ജില്ലയിലാണ് അല്ലെ. യക്ഷഗാനം കാസർഗോഡ് ജില്ലയിലാണെന്നുള്ളത് ഓർത്ത് വെച്ചോണം. ബയലാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ യക്ഷഗാനമാണ്. ഓക്കെ അല്ലേ. ഇതോടെ നോക്കിക്കേ, ഗദ്ദികയുടെ കുലപതിയാണ് ഇദ്ദേഹം. ആയത് PK കാളൻ. ഗദ്ദിക കാളൻ, ഗദ്ദിക കാളൻ. ഓക്കെ, ഗദ്ദിക കാളൻ. ഓക്കെ, ഗദ്ദിക കാളൻ, ഗദ്ദിക കാളൻ, ഗദ്ദിക കാളൻ. ഇത് ഇനി ഓപ്ഷൻ ഇന്ന് കിട്ടണം. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ഗദ്ദിക കാളൻ. ഓക്കെ, ഗദ്ദിക കാളൻ മറക്കല്. ഗദ്ദിക കാളൻ ഇമ്പോർട്ടന്റ് ആണ്. ഗദ്ദിക കാളൻ, ഗദ്ദിക കാളൻ ഓർത്ത് വെച്ചോണം. ഓക്കെ അല്ലേ. അടുത്തത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളതാ. നോക്കിയേ, പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യവുമായി ബന്ധപ്പെട്ടത്. പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടതാണ്? ഭരതനാട്യമാണ്. ഇങ്ങനെ എല്ലാവരും പഠിക്കലും പറ്റത്തില്ല, പ്രാക്ടിക്കൽ അല്ല എനിക്കറിയാം. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരും, അത് പഠിച്ചു വെച്ചോണം. പിന്നെ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാവുന്നത് വെച്ചെന്നുള്ളതും ഇവിടുന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പം പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യവുമായി ബന്ധപ്പെട്ട. മണി മാധവ ചാക്യാർ എന്തുമായി ബന്ധപ്പെട്ടതാ? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട. എല്ലാവരോടും കൂടി മണി അടിക്കുവാണ്. മണി അടിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് കൂടിയെന്ന് ഓർക്കാം. ഓക്കെ, വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ കണക്ട് ചെയ്ത് തരാം. റെഡി. ഇനി മോഹിനിയാട്ടം ഓപ്ഷനിൽ കിടക്കുന്നുണ്ടോ? കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ്. തനിയിരിക്കാൻ മോഹമാണെന്ന് ഓർത്താൽ മതി. മോഹിനിയാട്ടം. ഓക്കെ, കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ് മണി മാധവ ചാക്യാർ. ഓക്കെ അല്ലേ. കഥക്ക് വരട്ടെ, പറഞ്ഞുതരാം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് എന്താ? ഭരതനാട്യമാണ്. ഓക്കെ, ചലിക്കുന്ന കാവ്യം, ചലിക്കുന്ന ശില്പമാണെങ്കിൽ ഒഡീസി, ചലിക്കുന്ന കാവ്യമാണെങ്കിൽ ഭരതനാട്യം. ഓക്കെ, ചലിക്കുന്ന കാവ്യമാണെങ്കിൽ ഭരതനാട്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം, ചലിക്കുന്ന ശില്പം ഒഡീസിയുമാണ്. മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് നൃത്തരൂപവുമാണ്. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് എപ്പോഴാ? 1930 അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന ആൾക്കാരെ ഓർത്ത് വെച്ചോണം. ആരൊക്കെ ഇത് സ്ഥാപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരായനും. ഓക്കെ, മണക്കുളം. മണക്കുളം മുകുന്ദരായനും. അപ്പം വള്ളത്തോൾ പ്ലസ് മണക്കുളം മുകുന്ദരായനും ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. 1930 ഓക്കെ, അപ്പം മണക്കുളം മുകുന്ദരായനും പിന്നെ വള്ളത്തോൾ നാരായണ മേനോനും 1930 സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. എവിടെയാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായിട്ടുള്ളത്? ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ടേ കേട്ടോ. ചെറുതുരുത്തി തൃശ്ശൂര്, ചെറുതുരുത്തി തൃശ്ശൂര്, ചെറുതുരുത്തി തൃശ്ശൂര്, ചെറുതുരുത്തി തൃശ്ശൂര്. ഓക്കെ, ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അപ്പം കേരള കലാമണ്ഡലത്തിൻ്റെത് ആദ്യത്തെ പറയട്ടെ. കേരള കലാമണ്ഡലത്തിൻ്റെത് ആദ്യത്തെ പറയാം. വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ് കേട്ടോ. അത് കേരള കലാമണ്ഡലത്തിൻ്റെതാണ്. ആദ്യത്തേതാര? വള്ളത്തോൾ നാരായണ മേനോൻ തന്നെയാണ്. സ്ഥാപിച്ചത് മണക്കുളം മുകുന്ദരായനും വള്ളത്തോൾ നാരായണ മേനോനും ചേർന്നാണ്. ഒരു കാര്യം ഓർത്തോണം, നിലവിലത്തേതൂടെ പഠിച്ചോണം. ഇത് ഇമ്പോർട്ടന്റ്. കേരള കലാമണ്ഡലത്തിന്റെ നിലവിലേത് തൃശ്ശൂരാണല്ലോ അല്ലെ. നിലവിലത്തേത് മല്ലിക സാരാഭായി ആണ്. ഓക്കെ, മല്ലിക സാരാഭായി.
മല്ലിക സാരാഭായ് ആണ് നിലവിലെത്തിയത്. അപ്പം മല്ലിക സാരാഭായ് ഓർത്തു വെച്ചോണേ. മല്ലിക സാരാഭായ് കേരള കലാമണ്ഡലത്തിന്റെ 1930 ചെറുതുരുത്തി തൃശ്ശൂരാണ് സ്ഥാപിതമായിട്ടുള്ളത്. ആരൊക്കെ? വള്ളത്തോൾ നാരായണ മേനോൻ, വള്ളത്തോൾ പ്ലസ് മണക്കുളം മുകുന്ദരായനും, മണക്കുളം മുകുന്ദരായനും, വള്ളത്തോളും മണക്കുളം മുകുന്ദരായനും, വള്ളത്തോളും മണക്കുളം മുകുന്ദരായനും ചേർന്നാണ്. ഓക്കെ അല്ലേ? ഇനി സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? KM പണിക്കറാണ്. ഓക്കെ, സർദാർ KM പണിക്കറാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? KM പണിക്കറാണ്. ഓക്കെ, KM പണിക്കറാണ്. നിലവിലെത്തിയത് K സച്ചിദാനന്ദൻ. നിലവിലത്തെ അപ്ഡേറ്റ് ചെയ്തോണം. അപ്പൊ നമ്മൾ കേരള കലാമണ്ഡലത്തിന്റെ പറഞ്ഞ 1930 സ്ഥാപിച്ചു. ചെറുതുരുത്തി തൃശ്ശൂരാണ്. വള്ളത്തോളും പിന്നെ മണക്കുളം മുകുന്ദരായനും ചേർന്നിട്ടുള്ളതാണ്. ആദ്യത്തേത് ആരായിരുന്നു? വള്ളത്തോളായിരുന്നു. നിലവിലത്തേത് മല്ലിക സാരാഭായുമാണ്. ഓക്കെ, മല്ലിക സാരാഭായ്. കേരള സാഹിത്യ അക്കാദമിയുടേതാണെങ്കിൽ KM പണിക്കർ. അപ്പോൾ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത് 56 ആണ്. 1956 സാഹിത്യ അക്കാദമി 1956. ഓക്കെ, കേരള കലാമണ്ഡലം ആണെങ്കിൽ 1930 കലാമണ്ഡലം. സാഹിത്യ അക്കാദമി 56. നോക്കിക്കേ, അപ്പം കേരള സാഹിത്യ അക്കാദമി 1956, സംഗീത നാടക അക്കാദമി 1958. ഫോക്ലോർ അക്കാദമിയുടെ ഒരു കാര്യം ഓർത്തു വെച്ചോണം. ഫോർക്ക് വെച്ച് കണ്ണി കുത്തി എന്ന് ഓർത്താൽ മതി. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ക്രൂരമായ കോട. ഇത് കണ്ണൂരാണ്, ചോദിക്കും കേട്ടോ. അപ്പം സാഹിത്യ അക്കാദമിയും സംഗീത നാടക അക്കാദമിയും ലളിതകലാ അക്കാദമിയും പിന്നെ കേരള കലാമണ്ഡലം ഒക്കെ എവിടെയാ? അത് തൃശ്ശൂരാണെന്ന് ഓർത്തോണം. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, കേരള കലാമണ്ഡലം ഇതെല്ലാം തൃശ്ശൂരാണ്. ഓക്കെ, തൃശ്ശൂരാണ്. പിന്നെ അതേപോലെ പ്രധാന ഫോക്ലോർ അക്കാദമി റിപ്പീറ്റഡ് ചോദിക്കും. ഫോർക്ക് വെച്ച് കണ്ണി കുത്തി കേട്ടോ. ക്രൂരമാ, പക്ഷെ ഓർമ്മ വരും, ഇമ്പോർട്ടന്റ് ആണ്. ഫോക്ലോർ, ഫോക്ക് വെച്ച് കണ്ണി കുത്തി. ബാക്കി അക്കാദമി ഒക്കെ വരുന്നത് കലാമണ്ഡലം ഒക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്തു തൃശ്ശൂരാക്കിക്കോണം. ഓക്കെ, ശരി. ഇനി അടുത്തിലോട്ട് പോവേ. താഴെ പറഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ മാഗസിൻസ് നമ്മൾ വായിച്ചിട്ടാണ് വന്നത്. അങ്ങനെ ഇത് നോക്കാം. അപ്പൊ ഏതൊക്കെയുണ്ട്? സാഹിത്യ ലോകമുണ്ട് അല്ലേ? സാഹിത്യ ലോകമുണ്ട്. അത് നമ്മൾ വായിച്ചില്ല, പക്ഷെ സാഹിത്യ ലോകമുണ്ട്. സാഹിത്യ ചക്രവാളമുണ്ട്. പിന്നെ മലയാളം ലിറ്റററി സർവേ. ഇത് മൂന്നും നമ്മൾ വായിച്ചായിരുന്നല്ലോ അല്ലെ? മലയാളം ലിറ്റററി സർവേ നമ്മൾ കണ്ടായിരുന്നു. സാഹിത്യ ചക്രവാളവും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അത് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പൊ 3, 4 മാത്രം കൊടുക്കാൻ ഇവിടെ ഓൾറെഡി ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, സാഹിത്യ ചക്രവാളം നമ്മൾ കണ്ടു. പോയി കണ്ടിട്ട് വരാം. എന്തോന്നു കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ ബഗ് വരും. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും അത് വരും. അപ്പൊ നമുക്കത് കാണാം. ഓക്കെ, സാഹിത്യ ലോകം, സാഹിത്യ വിമർശനമല്ലേ കേട്ടോ. സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം നമ്മൾ കണ്ടു. കേരള സാഹിത്യ അക്കാദമിയുടെ, കേരള സാഹിത്യ അക്കാദമി വർഷം ഏതാ? 1956. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. KM പണിക്കർ. ഓക്കെ, KM പണിക്കർ. പിന്നെ സാഹിത്യ അക്കാദമി എവിടെയാ? തൃശ്ശൂരാണ്. സാഹിത്യ അക്കാദമി 56, KM പണിക്കർ ആയിരുന്നു ആദ്യത്തേത്. തൃശ്ശൂർ ഓർത്തു വെച്ചോണം. K സച്ചിദാനന്ദൻ നിലവിലത്തേത്. ഓക്കെ, അപ്പം സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ, സാഹിത്യ ലോകം, ഇത് ഇത്രയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വരുമ്പം പഠിക്കാം. കേരള ഫോക്ലോർ, ഫോക്ക് വെച്ച് കണ്ണിക്കുത്തി. അപ്പൊ അത്രേ ഉള്ളൂ, കണ്ണൂരാണത്. ഇത് ഓപ്ഷൻ D ആണ്. ഓക്കെ, അപ്പം കണ്ണൂര്. ഈ ഓപ്ഷൻ, ഇത് മൂന്നാമത്തെ ഞാൻ നോക്കി, C ബബിൾ ചെയ്യരുത്. ഈ 3 കൊടുത്തിട്ടുള്ള ഡിയിലാണ്, അത് മറക്കരുത്. അപ്പൊ ഫോക്ലോർ അക്കാദമിയുടെ കിട്ടില്ലോ. തൃശ്ശൂരുള്ളത് ഏതൊക്കെയായിരുന്നു? കേരള കലാമണ്ഡലം നമ്മൾ പറഞ്ഞു 1930. കേരള സാഹിത്യ അക്കാദമി പറഞ്ഞു. സാഹിത്യ അക്കാദമി 1956. KM പണിക്കർ, നിലവിൽ സച്ചിദാനന്ദൻ. പിന്നെ സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി, ഇതൊക്കെ തൃശ്ശൂരാണ് അല്ലെ? തൃശ്ശൂരാണ്. ഫോക്ലോർ അക്കാദമി കണ്ണൂരുമാണ്. ഇത് ഓർത്തു വെച്ചോണം. ഇനി അടുത്തത്, ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഇതിനകത്ത് ഏതാണ്? ഇതിൻ്റെ അകത്ത് ഏതാ? ലളിതകല അക്കാദമിയാണ് അല്ലെ? ലളിതകല അക്കാദമി. ഈ ലളിതകല അക്കാദമി എവിടെയാ? ലളിതകല അക്കാദമി, ലളിതകല അക്കാദമി ഓർത്തു വെച്ചാൽ തൃശ്ശൂരാണ്. ഓക്കെ, കേരള കലാമണ്ഡലം തൃശ്ശൂര്, ലളിതകല അക്കാദമി തൃശ്ശൂര്, സംഗീത നാടക അക്കാദമി തൃശ്ശൂര്, സാഹിത്യ അക്കാദമിയും തൃശ്ശൂരാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ചെമ്പുകാവാണ്. പിന്നെ അടുത്തത് കുറച്ച് പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറയാം, ഇമ്പോർട്ടന്റ്, അതുകൊണ്ടാണ്. കേളി മുഖപത്രം എന്തിന്റെ ഞാൻ ചോദിക്കേ? കേരള സംഗീത നാടക അക്കാദമിയാണ്. ഓക്കെ, സംഗീത നാടക അക്കാദമി കേളി.
സംഗീത നാടക അക്കാദമി കേളി. കാരണം നമ്മൾ കേരള സാഹിത്യ അക്കാദമിയുടെ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ഏതൊക്കെയാണ്? സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ, കേരള സാഹിത്യ അക്കാദമിയുടെ. ഇനി സംഗീത നാടക അക്കാദമി ആകുമ്പോൾ കേളി. സംഗീത നാടക അക്കാദമി ആകുമ്പോൾ കേളി. ഓക്കെ. ഇനി തളിരുണ്ട്, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബാലന്മാര് തളിര്. ഓക്കെ. അപ്പൊ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തളിര്. അതേപോലെ പുലി ഇമ്പോർട്ടന്റ് ആണ്. ഫോക്ലോർ അക്കാദമി. ഫോക്ക് വെച്ച് കണ്ണി കുത്തും കണ്ണൂർ അല്ലെ. പുള്ളി ആയിട്ടുണ്ട് ഫോക്ക് വെച്ച് കണ്ണി കുത്തി അല്ലെ. ക്രൂരമായ കോഡ് ആവുകൊണ്ട് ഇത് പ്രൊപ്പൈറ്റ് ചെയ്യണ്ട. കേരള ഫോക്ലോർ അക്കാദമി പുലി. കണ്ണി കൊണ്ട് ഫോക്ക് കുത്തി പുളി. ഓക്കെ. ക്രൂരോ നിങ്ങൾ മറക്കത്തില്ല. തളിര് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. കേളി കേരള സംഗീത നാടക അക്കാദമി. കേളി സംഗീത നാടക അക്കാദമി. ഓക്കെ. ശരി. സംഗീതവും നാടകവും ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരാൾ പറയുന്നത് കേക്ക് ഒന്ന് കേള് അല്ലെ. ഒന്ന് കേള്, കണ്ടുകൊണ്ട് മാത്രം ഒന്ന് കേക്ക്. അതും ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചോണേ. പിന്നെ ചിത്രവാർത്ത. അതെനിക്ക് എപ്പോഴുള്ള ചിത്രവാർത്ത കേരള ലളിതകലാ അക്കാദമി. ചിത്രവാർത്ത. ഓക്കെ. ചിത്രവാർത്ത ലളിതകലാ അക്കാദമി. ഓക്കെ. ഓർത്ത് വെച്ചോളൂല്ലോ. സാഹിത്യലോകം സാഹിത്യ അക്കാദമി. സാഹിത്യലോകം സാഹിത്യ അക്കാദമി. ഓക്കെ. അപ്പോ അതിലൊരു ഐഡിയ കിട്ടിയല്ലോ. സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, ലിറ്റററി സർവേ. ഓക്കെ. സംഗീത നാടക അക്കാദമി ആകുമ്പോൾ നാടകം മാത്രം കണ്ടുകൊണ്ടിരിക്കുക. സംഗീതം കൂടെ കേക്ക് കേളി. പിന്നെ ലളിതകല അക്കാദമിയുടേത് ചിത്രവാർത്ത. ഫോക്ലോർ അക്കാദമിയുടെ പുളി കുത്തിപ്പൊളി. അത് ഓർത്തോടിച്ചോളൂ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇമ്പോർട്ടന്റ്. ഇതും തൃശ്ശൂരാ. ബാക്കി എല്ലാ അക്കാദമികളും കേരള കലാമണ്ഡലവും തൃശ്ശൂർ. അതേപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് തൃശ്ശൂരാണ്. ഓക്കെ. അത്രയും മതി. ഇനി ഇതൊക്കെ നോക്കിക്കേ. റെഡ് ഫോർട്ട് ഉണ്ട്, താജ്മഹൽ ഉണ്ട്, പിന്നെ അജന്ത എല്ലോറ ഗുഹകള്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണെന്നറിയാമോ? ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. തനിയെ നിൽക്കാൻ മോഹിനിയാട്ടമല്ലേ. അപ്പൊ ഭരതനാട്യം കളയുക അല്ലെ. ഈ ഭരതനാട്യം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? എവിടവുമായി ബന്ധപ്പെട്ടതാ ഭരതനാട്യം? ഭരതനാട്യം എവിടെ ബന്ധപ്പെട്ടതാ? തമിഴ്നാടല്ലേ ഭരതനാട്യം. വേറെ ടോപ്പിക് വരട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ. ഇനി അടുത്തത് കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഇതൊന്നും ഓർത്തു വെച്ചോണം. എന്താ? കേരളത്തിന്റെ തനത് സംഗീത സമ്പ്രദായമാണ് സോപാന സംഗീതം. തനത് നൃത്തരൂപമാണ് തനിയായിരിക്കും മോഹിനിയാട്ടം. തനത് സംഗീതം നമ്മൾ പറയും, സോപാന സംഗീതവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം ഇത് നമുക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. തനത് നൃത്തരൂപം തനിയായിരിക്കും മോഹിനിയാട്ടമാണ്. ഇത് കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. ഓക്കെ. ഇനി 3, 4 പഠിച്ചു. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത, എല്ലോറ ഗുഹകള്, താജ്മഹൽ എന്നിവയാണ്. ഓക്കെ. ഇനി ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. അപ്പം 3, 4 മാത്രമാണ് ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത്. ഇത് നമുക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാമായിരുന്നല്ലോ. ഇങ്ങനൊരു സംഭവം പഠിച്ചു പോകുമ്പം PS ചോദിക്കുവാണെങ്കിൽ തനത് നൃത്തരൂപം ക്യാൻസൽ ചെയ്യാം. അപ്പൊ തനത് സംഗീത ശാഖ സോപാന സംഗീതമാണെന്നുള്ളതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസിലൂടെ പോവുക. 2023 ക്വസ്റ്റ്യൻസ്. അതേപോലെ ഇത് റിപ്പീറ്റഡ് ആയിട്ടും പലതും വരും. നമുക്ക് നോക്കാം. ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവാര? ഭയങ്കര തുള്ളലാണ് കുഞ്ഞ് കിടന്നത് അല്ലെ. ഭയങ്കര ഓട്ടമാണ് കുഞ്ഞെന്ന് ഓർത്ത് മതി. കുഞ്ഞൻ നമ്പ്യാർ ഓർത്ത് വെച്ചോണം. അപ്പം കുഞ്ഞൻ നമ്പ്യാറാണ് ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവ്. അത് ഓക്കെ അല്ലേ? ഓട്ടം തുള്ളലിൻ്റെത് കുഞ്ഞൻ നമ്പ്യാറാണ്. അതേപോലെ പല സ്റ്റേറ്റുകളിലെ ക്ലാസിക്കൽ ഡാൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭരതനാട്യം നമ്മൾ പറഞ്ഞു തമിഴ്നാട്. ഭരതനാട്യം തമിഴ്നാട്. അത് കേരളത്തിന്റെ എന്ന് പറഞ്ഞ തരുവാണ് ഓർത്തോണം. ഭരതനാട്യം തമിഴ്നാടാണ്. ഓക്കെ. ഇനി അതേപോലെ കഥക് ഉത്തർപ്രദേശ്. ഇമ്പോർട്ടന്റ്. കട്ടയ്ക്ക് ഉത്തരം പറയണമെന്ന് ഓർത്താൽ മതി. ഓക്കെ. ഉത്തരം പറയുവാണെങ്കിൽ കട്ടയ്ക്ക് ഉത്തരം പറയണം. കഥക് ഉത്തർപ്രദേശ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ഓക്കെ. ഞാൻ ആ പ്രദേശത്തോട്ടേ ഇല്ല, ഭയങ്കര പൊടിയാ. എനിക്ക് തുമ്മൽ വരും കേട്ടോ. ആ പ്രദേശത്തോട്ടേ ഞാൻ ഇല്ല, ഭയങ്കര പൊടിയാണ്. അപ്പം കട്ടക്ക് ഉത്തരം പറയണം. കഥക് ഉത്തർപ്രദേശ്. ആ പ്രദേശത്തോട്ടെ ഞാനില്ല, ഭയങ്കര പൊടിയാ. കുച്ചിപ്പൊടി ആന്ധ്രാപ്രദേശ്. ഒഡീഷയുടെ നമ്മൾ എന്താ പറഞ്ഞത്? ചലിക്കുന്ന ശില്പം ഒഡീഷ അല്ലേ. ചലിക്കുന്ന കാവ്യമായിരുന്നു. ചലിക്കുന്ന കാവ്യം എന്തുവായിരുന്നു പറഞ്ഞ പോലെ?
ഭരതനാട്യമായിരുന്നു അല്ലേ? ഭരതനാട്യമായിരുന്നു ചലിക്കുന്ന കാവ്യം, ചലിക്കുന്ന ശില്പം ഒഡീഷയുമായിരുന്നു. ഓക്കെ, അപ്പം ഭരതനാട്യം തമിഴ്നാട്, കട്ടക്ക് ഉത്തരം പറയണം. ആ പൊടിയുടെ പ്രദേശത്തോട്ട് ഞാൻ പോകുന്നില്ല. ഒഡീഷ ഒഡീഷ. ഓക്കെ, കഥകളി കേരളം. ഇനി ഇമ്പോർട്ടൻ്റ് ഒന്നുണ്ട്, ഏതാ അറിയാം? ഖയാല ഖുമാർ. നമ്മൾ ആ ഡാൻസ് കണ്ടില്ലേ എടുത്ത് ചാടുന്നത്? ഖയാല ഖുമാർ രാജസ്ഥാൻ. ഖയാൽ ഖുമാർ രാജസ്ഥാൻ ഇമ്പോർട്ടൻ്റ്. ഖയാൽ ഖുമാർ രാജസ്ഥാൻ ടെക്സ്റ്റിലും ഉണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. ഖയാൽ ഖുമാർ രാജസ്ഥാൻ. അതേപോലത്തെ ഈ ഛൗ എന്നുള്ളത് നോക്കിയാണെ ഛൗ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്. അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലാണ് ഇതുള്ളത്. ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡിലാണ് ഈ ഛൗ. ഓക്കെ, ഈ ഛൗ എന്നുള്ള ഡാൻസ് ഫോം എവിടെയുമായി ബന്ധപ്പെട്ടതാ? ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണെന്ന് ഓർത്തോണം കേട്ടോ. ബാങ്ഗ്ര പഞ്ചാബ്, ബിഹു ആസാം. ബിഹു ആസാം ഇമ്പോർട്ടൻ്റ് ആണ്. ബിഹു ആസാമും പിന്നെ സാത്രിയ ആസാം. ബിഹുവും സാത്രിയ ഓർത്ത് വെച്ചോണം. പഠിക്കണം, അത് കണക്ട് ചെയ്യാനൊന്നുമില്ല. ബിഹു, സാത്രിയ. നിങ്ങൾക്ക് നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. നല്ല കോഡുകളൊക്കെ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക് ഏത് വേണമെന്നുള്ളത് പറയണം. ക്ലാസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടം പോലെ കമന്റ്സ് ഇട്ടോ. ഓക്കെ, പിന്നെ ഇത്രയും മതി നമുക്ക്. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടുള്ളത്? ഏതാ? തൃപ്പൂണി തുറയാണ് അല്ലെ? ഇനി കുച്ചിപ്പുടി. കുച്ചിപ്പുടി ആ പൊടി ഉള്ള പ്രദേശത്തോട്ട് ഞാനില്ല, അത് ആന്ധ്രാപ്രദേശാണ്. തമിഴ്നാടാണെങ്കിൽ ഭരതനാട്യമാണ് അല്ലെ? ഓക്കെ, ചലിക്കുന്ന കാവ്യവും ശില്പവും ഓർത്തു വെച്ചോണം. കേരളത്തിൻ്റെതാണെങ്കിൽ ഏതാ? മോഹിനിയാട്ടമായിരുന്നു അല്ലെ? കഥകളി. തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം, കഥകളി. ഓക്കെ, ഒഡീസ ഓർത്തു വെച്ചോണം. ഇനി ആസാമിലത്തെ പരമ്പരാഗത നൃത്തരൂപം ഏതാ? സത്രിയ അല്ലെ? ബിഹു. സത്രിയ ബിഹു. സത്രിയ ബിഹു. അപ്പൊ ആസാമ സത്രിയ ബിഹു. ആസാമ സത്രിയ ബിഹു മറക്കരുത്. ഒഡീഷയാണെങ്കിൽ ഒഡീസ. ഛൗ എന്തുവായത്? ഛൗ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളായിരുന്നു. വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ബീഹാർ ഉണ്ടായിരുന്നു, പിന്നെ ജാർഖണ്ഡ് ഉണ്ട്, പിന്നെ ഒഡീഷയുണ്ട് അല്ലെ? ഛൗ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളായിരുന്നു ഈ ഛൗ. ഞാൻ ഒത്തിരി ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട്. ഒഡീഷ. സത്രിയ ആണെങ്കിൽ സത്രിയ ബീഹാർ, ആസാമാണ്. ഖത്തക് ആണെങ്കിലോ എവിടെയായിരുന്നു? ഖത്തയ്ക്ക് ഉത്തരം പറയണം, ഉത്തർപ്രദേശ്. ഖത്തയ്ക്ക് ഉത്തരം പറയണം, ഉത്തർപ്രദേശ്. അപ്പൊ നിങ്ങൾക്ക് അത്ര സെറ്റ് അല്ലേ? ഖത്തയ്ക്ക് ഉത്തരം പറയണം, ഉത്തർപ്രദേശ്. സെറ്റായിട്ട് നീ ഇത് കിട്ടും കേട്ടോ. ഇനി മുച്ചിലോട്ട് ഭാഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യമാണ്. ഓക്കെ, തെയ്യമാണ് മുച്ചിലോട്ട് ഭാഗവതി. ഓക്കെ, തെയ്യമാണ് മുച്ചിലോട്ട് ഭാഗവതിയുമായി ബന്ധപ്പെട്ടുള്ള. മുടിയേറ്റ് ഓർമ്മയുണ്ടോ? ഇല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു, ഡെമണും പിന്നെ ഗോഡസും തമ്മിലുള്ള യുദ്ധമാണ് മുടിയേറ്റിന്റെ അകത്ത് വരുന്നത്. ധാരിക, അതിൽ മുടിയിൽ താരനാണ്, അതുകൊണ്ട് കാളിയെ പോലെ ദേഷ്യം വന്നു ചുമ്മാ ഓർത്ത് വെച്ചാൽ ധാരിക, കാളി ഓർത്തോണം, മുടിയേറ്റാണ്. ഓക്കെ അല്ലേ? പടയണിയുടെ ഓർമ്മയുണ്ടോ? പട വരുന്നു, ഭയമായി. ഭൈരവി കോലം പടയണി, ഭൈരവി കോലം പടയണി. മുച്ചിലോട്ട് ഭഗവതിയാണ് തെയ്യം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണേ. മുച്ചിലോട്ട് ഭഗവതി തെയ്യം, മുച്ചിലോട്ട് ഭഗവതി തെയ്യം. ഇനി അടുത്തത് പ്രശസ്ത നാടകമായിട്ടുള്ള അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെ? BT ഭട്ടതിരിപ്പാടിന്റെ ആണ് അല്ലെ? നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കാര നേതാവാണ് ഇദ്ദേഹം അല്ലെ? നവോത്ഥാന നായകനാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് BT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് BT ഭട്ടതിരിപ്പാടാണ്. ഇനി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത് ഓർത്തോണെ. തെറ്റ് ശരി ഓർക്കുന്നു, തെറ്റായിട്ടുള്ളത്. അപ്പം കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പം മല്ലിക സാരാഭായ് ആണ്. തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരായനും ചേർന്നാണ് രൂപം കൊണ്ടത്. അപ്പൊ ഇത്രയും സെറ്റ് അല്ലേ? അല്ലെ? 1930 ആദ്യത്തേത് ആരായിരുന്നു? നമ്മുടെ വള്ളത്തോൾ തന്നെ ആയിരുന്നു ചെയർമാനായിട്ടുള്ള. നിലവില് മല്ലിക സാരാഭായുമാണ്. ഇത്രയും പറഞ്ഞല്ലോ. കേരളത്തിന്റെ തനത് നൃത്തരൂപം തനി നിൽക്കാൻ മോഹിനിയാട്ടമാണ്. കുച്ചിപ്പൊടി ആ പൊടിയുള്ള പ്രദേശത്തോട്ട് ഞാനില്ല, ആന്ധ്രാപ്രദേശാണ്. ഭരതനാട്യം തമിഴ്നാടാണ്. ഓക്കെ അല്ലേ? ഇനി ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് ആർക്കായിരുന്നു? നമ്മുടെ സലീം കുമാറാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പുരാതന ഗുഹ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഇടയ്ക്കൽ ഗുഹകൾ, വയനാട് അല്ലെ? ഇടയ്ക്കൽ ഗുഹ വയനാട്. ഇടയ്ക്കൽ ഗുഹ വയനാട് ഓർത്തോളുമല്ലോ. ഇടയ്ക്കൽ ഗുഹ വയനാട്. ഇനി താഴെ പറയുന്നതിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം വന്നിട്ടുള്ളത്? ആരുടേതാണ്? പോർച്ചുഗീസുകാരുടെ കാലത്താണ് അല്ലെ? പോർച്ചുഗീസുകാരുടെ കാലത്താണ് ചവിട്ട് നാടകം. പോർച്ചുഗീസുകാരുടെ കാലത്താണ് ചവിട്ട് നാടകം. ഇനി ഈ മണി മാധവ ചാക്യാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് വന്നു, കഥകളിക്ക് കണ്ണു കൊടുത്തു അല്ലെ? അത് നമുക്ക് ഓർമ്മയുണ്ട്, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അല്ലാത്ത ഞാൻ കണക്ട് ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ. ഇത് ഞാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്.
മണി മാധവ ചാക്യാർ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട PS ചോദിക്കും. കഥകളിക്ക് കണ്ണു കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് കഥകളിയുമായി ബന്ധപ്പെട്ടെന്ന് PS ചോദിക്കുമ്പോൾ ഓർത്തൊന്ന് തെറ്റിക്കാൻ മണി മാധവ ചാക്യാറും ഗുരു അമ്മന്നൂർ മാധവ ചാക്യാറും കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട. ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കൂടെ ഒന്ന് വെളിയിൽ പോകണം. അതിന് അമ്മയെ പോയി മണി അടിച്ചാൽ നടക്കത്തില്ലയോ അല്ലേ? അപ്പൊ എല്ലാവരോടും ഒന്ന് കൂടി അമ്മയെടുത്ത് പോയി മണി അടിക്കാൻ വേണ്ടി. എന്തിനാ? അപ്പൊ നമുക്കൊന്ന് പുറത്തു പോകണേൽ കാര്യസാധ്യമൊക്കെ നടക്കും അല്ലേ? അപ്പൊ ഓർത്തോണം അമ്മന്നൂർ മണി അല്ലെ, അമ്മയെടുത്ത് പോയി എല്ലാവരോടും മണി അടിക്കാൻ വേണ്ടി ഒന്ന് കൂടി. അപ്പൊ അമ്മയെടുത്ത് പോയി എല്ലാവരോടും ഒന്ന് മണി അടിക്കാൻ വേണ്ടി ഒന്ന് കൂടി. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടത് അമ്മന്നൂരും മണി മാധവ ചാക്യാരും. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടത് അമ്മന്നൂരും മണി മാധവ ചാക്യാരും. ഈ മണി മാധവ ചാക്യാർ കഥകളിക്ക് കണ്ണു കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കാരണം എന്താ പറയുക, എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇതാ. ചിലർക്ക് മാർഷൽ ആർട്സ് ഉള്ളവർ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് നൃത്തം, ഡാൻസ്, പടം വരയ്ക്കുന്നവർ. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അറിയട്ടെ എല്ലാവരും. എനിക്കും അറിയണം, ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നോക്കിക്കേ. നാട്യകൽപ്പദ്രുമം കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞിട്ട് വന്ന മണി മാധവ ചാക്യാർ. ഓക്കെ അല്ലേ? ഈ നാട്യകൽപ്പദ്രുമം അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? കൂടിയാട്ടം, മറക്കല്ല്. മണി മാധവ ചാക്യാരും അമ്മന്നൂർ മാധവ ചാക്യാരും എന്തുമായി ബന്ധപ്പെട്ടതാ? കൂടിയാട്ടം. ഈ മണി മാധവ ചാക്യാർ കഥകളിക്ക് കണ്ണുകൊടുത്തു. അതേപോലെ നാട്യകൽപ്പദ്രുമം മണി മാധവ ചാക്യാർ. റിപ്പീറ്റഡ്. നാട്യകൽപ്പദ്രുമം മണി മാധവ ചാക്യാറാണ്. ഇനി അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാ? അമ്മയെടുത്ത് പോയി എല്ലാവരോടും ഒന്ന് കൂടി മണി അടിച്ചു അല്ലെ? അപ്പൊ അത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലെ? ഓട്ടം തുള്ളലോ, കുഞ്ഞ് ഭയങ്കര ഓട്ടമാണ് അല്ലെ? കുഞ്ചൻ നമ്പ്യാരാണ്. അതെ, സൂപ്പറായിട്ട് ഇതുവരെ ഉള്ളത് ഓൾമോസ്റ്റ് എല്ലാം കിട്ടുന്നില്ലേ? റെയർ ആയിട്ട് വന്നിട്ടുള്ളതിനെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു ചോദ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണത് ജസ്റ്റ് കണക്ട് ചെയ്ത് വിട്ടിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് നോക്കിക്കേ. മൂഴിക്കൽ പങ്കജാക്ഷി, ഇത് കണ്ടിട്ടുണ്ടോ? പാവകളി. ഓക്കെ, മൂഴിക്കൽ പങ്കജാക്ഷി എന്തുമായി ബന്ധപ്പെട്ടതാണ് PC ചോദിച്ചിട്ടുണ്ട്. അപ്പം മൂഴിക്കൽ പങ്കജാക്ഷിയുടെ ഓർത്തോണം പാവകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്തുക. നമുക്ക് പറ്റുമോ നോക്കാം. കൂടിയാട്ടം, എല്ലാവരോടും ഒന്ന് കൂടി അമ്മയെടുത്ത് പോയി മണി അടിച്ചു. മണി മാധവ ചാക്യാർ. ഓക്കെ, മണി മാധവ ചാക്യാറിന്റെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നാട്യകൽപ്പദ്രുമം അല്ലെ? ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൽ എന്തെങ്കിലും ഒക്കെ ചിലപ്പോൾ മാറി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങളത് കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. ഇനി സപ്പോസ് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്ത് തെറ്റുകളുണ്ടെങ്കിലും ലാസ്റ്റിൽ എല്ലാം കൂടെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നമ്മുടെ എല്ലാ വീഡിയോയിലും പോലെ. എന്നാൽ മോഹിനിയാട്ടം തനത് നൃത്തരൂപമാണ്. മൂഴിക്കൽ പങ്കജാക്ഷി തെറ്റ്. എന്തായിരുന്നു? പാവകളിയുമായി ബന്ധപ്പെട്ടതാ അല്ലെ? അപ്പൊ രണ്ടുള്ളത് തെറ്റ്, നമുക്കതറിയാം. ഓക്കെ, ഈ കലാകായികത്തിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചിലപ്പോൾ എലിമിനേഷൻ 3 പോകാറുണ്ട്. പക്ഷെ ആ ഒരെണ്ണം അറിയണ്ടേ അല്ലെ? അടുത്ത കേരള നടനം ഗുരു ഗോപിനാഥുവ. അപ്പൊ ഓക്കെ ആയല്ലോ, ഇത് ഓക്കെ അല്ലേ? റിപ്പീറ്റഡ് വരുന്നു. ഇനി ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? ഏതാ? കൊടിയേറ്റമാണ് അല്ലെ? കൊടിയേറ്റമാണ് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. അടുത്തത് ഭാരതമാത അഭിനീന്ദ്രനാഥ് ടാഗോർ. തുടക്കത്തിൽ നമ്മൾ നാഷണൽ ലീഡേഴ്സിന്റെ പടം വരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നന്ദലാൽ ബോസിന്റേത് ഗ്രാമീണ ചെണ്ടക്കാരൻ സതി. അഭിനീന്ദ്രനാഥ് ടാഗോർ അഭിമാനമാണ് ഭാരതമാതാവിനെ ഓർക്കുമ്പോൾ. അഭിമാനമാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ ഭാരതമാത. ഇതാണ് ആ ഭാരതമാതാ പടം. നമ്മൾ പഠിച്ചു പോകുമ്പോൾ BS ഒക്കെ പഠിക്കുമ്പം ഇതുകൂടെ ഒന്ന് അറിഞ്ഞ് കണ്ടു പോവാം. അപ്പൊ നമുക്ക് അറിവ് മാത്രമല്ല ഈ ഒരു വിഷ്വൽ എക്സ്പീരിയൻസും ഒക്കെ കിട്ടണം. ഭാരതമാതാ പടം ഇതാണ്. ഭാരതമാതാവിനെ ഓർക്കുമ്പോൾ അഭിമാനമാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ ഭാരതമാത. ഓർത്തു വെച്ചോളൂല്ലോ. ഓക്കെ, ഇനി 3 ഗേൾസ് 2 എലിഫൻസ്, ഗ്രാമീണ ജീവിതം. ഓക്കെ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അമൃത് ഷെർഗിലിന്റെ. ഇത് ഒരു തവണ ഈ പേര് കേട്ടാൽ ഒന്നും ആർക്കും ദഹിക്കത്തില്ല, എനിക്കും പറ്റത്തില്ല. അതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണം, കണക്ട് ചെയ്ത് പറയണം. അമൃത് ഷെർഗിൽ അത്ര പ്രധാനപ്പെട്ട ആളാണ്. നന്ദലാൽ ബോസ് പോലെ, അഭിനീന്ദ്രനാഥ് ടാഗോർ പോലെ വളരെ പ്രധാനപ്പെട്ട ആളാണ് അമൃത് ഷെർഗിൽ. 3 ഗേൾസ് 2 എലിഫൻസ്, പിന്നെ ഏൻഷ്യൻ സ്റ്റോറി ടെല്ലർ. നമ്മൾ പറഞ്ഞ 8 രൂപയ്ക്ക് വിറ്റതാണ് അല്ലെ? ഏൻഷ്യൻ സ്റ്റോറി ടെല്ലർ, 3 ഗേൾസ്, വില്ലേജ് സീൻ, ഇതൊക്കെ അമൃത് ഷെർഗിലിൻ്റെതാണ്. ഇപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ അമൃത് ഷെർഗിലിന്റെ ചിത്രം ഏതാണ്? ഓക്കെ, ഗ്രാമീണ ചെണ്ടക്കാരൻ. ഈ സതി എന്നുള്ള ആചാരം നടക്കുമ്പോൾ ചെണ്ടക്കാരൻ വന്ന് ഇങ്ങനെ കൊട്ടും. അപ്പൊ ബോസ് വന്ന് നോക്കി നിൽക്കും, സതി നടക്കുന്നുണ്ടോ? ഒരു ദുരാചാരമല്ലേ അത്? ഓക്കെ, അപ്പം സതി എന്നുള്ളൊരു ചടങ്ങ് നടക്കുമ്പോൾ ചെണ്ടയൊക്കെ കൊട്ടുന്നുണ്ട് സൈഡിൽ നിന്ന് അല്ലെ? അപ്പൊ ബോസ് വന്ന് നോക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇല്ലേ തള്ളി തീയിലിടും അല്ലെ? അങ്ങനെ ഓർത്ത് വെച്ചാണ്. അപ്പം സതി നടക്കുന്നു, ചെണ്ടക്കാരൻ വന്ന് കൊട്ടുന്നു, ബോസ് അടുത്ത് നിൽപ്പുണ്ട്, നോക്കുന്നു. റെഡി? അപ്പം ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്, സതി നന്ദലാൽ ബോസ്, ഗ്രാമീണ ജീവിതം അമൃത് ഷെർഗിൽ അല്ലെ? ഏൻഷ്യന്റ് സ്റ്റോറി ടെല്ലർ
ഏൻഷ്യന്റ് സ്റ്റോറി ടെല്ലർ, അമൃത് ഷെർഗിൽ. 3 ഗേൾസ് 2 എലിഫൻസ്, ഇതൊക്കെ ഏതാണ്? അമൃത് ഷെർഗിലിൻ്റെതാണെന്ന് ഓർക്കണം. ഭാരതമാതാവിനെ ഓർക്കുമ്പോൾ അഭിമാനമാണ്, അഭിനീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കിക്കേ, ലങ്കാലക്ഷ്മി ശ്രീകണ്ഠൻ നായർ. ശ്രീകണ്ഠൻ നായരുടെ വേറേത്? സാങ്കേതം. ഓക്കെ, അപ്പൊ ലങ്കാലക്ഷ്മി സാങ്കേതം. ലങ്കാലക്ഷ്മി സാങ്കേതം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പറ്റുന്നതൊക്കെ ഇവിടെ നിന്നും പഠിച്ചെടുക്കാവേ. റിപ്പീറ്റഡ് ആൾക്കാരുടെ എങ്ങനെ കൊണ്ടുവരിക. അപ്പൊ നോക്കിക്കേ, ശ്രീകണ്ഠൻ നായരുടെ രാമായണാട്ടങ്ങൾ ഇതിന്റെ അകത്ത് ഏതല്ല? ശ്രീകണ്ഠൻ നായരും രാമായണാട്ടവുമായി ബന്ധപ്പെട്ടതാ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ, ലങ്കാലക്ഷ്മി സാങ്കേതം അല്ലെ. അപ്പം സാങ്കേതമുണ്ട്, പിന്നെ ലങ്കാലക്ഷ്മിയും ഉണ്ട്. അങ്ങനെ പഠിച്ചു വെച്ചോണെ. ശ്രീകണ്ഠൻ നായരുടേതാണ് സാങ്കേതം, ലങ്കാലക്ഷ്മി രാമായണാട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാ. ഇനി കന്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവന ഈ കൂട്ടത്തിൽ ഏതെല്ലാം? കന്യാർകളിയുമായി ബന്ധപ്പെട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ. ഓക്കെ, കന്യാർകളി പാലക്കാട് ജില്ലയിൽ നിന്നുള്ളതാണ്. ഇനി മലമക്കളി, പിന്നെ ദേശക്കളി എന്നുള്ള പേരുകളിലും അറിയപ്പെടും. ഇനി ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണിത്. അപ്പം എന്താ പറയുക, കണ്ണകി ദേവി അങ്ങോട്ടും ആ നാട് മൊത്തം ദഹിപ്പിക്കുന്ന രീതിയിലായപ്പോഴത്തേക്കും ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാ കന്യാർകളി. പക്ഷെ നിങ്ങൾ വിക്കിപീഡിയയിലോ ബാക്കിയുള്ളവരത്ത് തപ്പുമ്പോഴോ കണ്ണകി ദേവിയെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിലും കണ്ണകി ദേവിയുമായിട്ട് കന്യാർകളിക്ക് ഒരു ബന്ധവും ഇല്ല എന്നും കാണും. പക്ഷേ നമുക്ക് പഠിച്ചു വെക്കണം, മെൻഷനിങ് ഉണ്ട് കേട്ടോ. മറ്റു സോഴ്സുകളിൽ നിന്ന്, നമ്മുടെ ഫാൽക്കൺ തിങ്ക് ടാങ്ക്സിൽ നിന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് കൂടുതലും നമുക്ക് കിട്ടുന്നത്. അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പം അത് ഇമ്പോർട്ടന്റ് ഓർത്ത് വെച്ചാണ്. കന്യാർകളി പാലക്കാട്, പിന്നെ മലമക്കളി ദേശക്കളി ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളതുമാണിത്. ഇപ്പൊ കണ്ണകി ദേവിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. ചിലപ്പതികാരം കണ്ണകിയും കോവിലനും അവരുമായി ബന്ധപ്പെട്ട ചിലപ്പതികാരം. ഇനി അടുത്തത്, മികച്ച നടനുള്ള 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയത് ആരാണ്? അപ്പൊ അതാരാ? അല്ലു അർജുനാണ്. ഓക്കെ, അല്ലു അർജുനാണ്. ഇനി മികച്ച മലയാള ചലച്ചിത്രത്തിന് 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം. ഓക്കെ, ഹോമിലാണ് തോമസിക്കുന്നത് എന്നങ്ങ് ഓർത്താൽ മതി കേട്ടോ. ഇതൊക്കെ വെളിയിൽ പോയി പറയരുത്. അങ്ങനെയാണെങ്കിലും പ്രശ്നമുണ്ടല്ലേ, 2 തോമസ് ഉണ്ടല്ലോ. റോജിൻ തോമസ് ഹോമിൽ താമസിക്കുന്നു എന്ന് ഞാൻ അങ്ങ് ഓർത്ത. പക്ഷെ ഇവിടെ ഒരു തോമസ് കിടപ്പുണ്ട്. റോജിൻ തോമസ് ആണ്. ഓക്കെ, അപ്പം ഹോമിൽ റോജിൻ താമസിക്കുന്നു കേട്ടോ, ഓർത്ത് വെച്ചോണേ. ഇനി ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയത് റസൂൽ പൂക്കുട്ടിയാണ്. ഓക്കെ, റസൂൽ പൂക്കുട്ടിയാണ്. അപ്പൊ ഓസിന് ഒരു പൂ കിട്ടി എന്നങ്ങ് ഓർക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരും പൂ കൊണ്ട് തന്നിട്ടുണ്ടോ? ഓസിന് ഒരു പൂ കിട്ടിയിട്ടുണ്ടോ എന്നങ്ങ് ഓർത്തത്. ഇപ്പൊ ഓസ്കാർ നേടിയ ആദ്യ മലയാളി ഏതാ? റസൂൽ പൂക്കുട്ടിയാണ്. ഓക്കെ അല്ലേ? ശരി. അടുത്തത്, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര ആരാണ്? പുരം സദാനന്ദനാണ്. ഓക്കെ, പുരം സദാനന്ദനാണ് കാട്ടുകുതിര. അപ്പം പൂരത്തിനൊക്കെ പോയിട്ട് കാട്ടുകുതിരെ കണ്ടുവന്ന് കുതിരയെ കണ്ടുവന്നൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കും. കാരണം ഇത് കണക്ട് ചെയ്താൽ മതി. അല്ലാതെ ഇതെല്ലാം ഓർത്ത് വയ്ക്കലും നടക്കുമോ? ശരിയാണോ? പ്രാക്ടിക്കലാണോ? PSക്ക് ഒരു പണിയില്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് ഞാൻ പറയും. കാരണം പടങ്ങളോ പിന്നെ പ്രധാനപ്പെട്ട കവിതകള്, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുന്നത് നമ്മുടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചരിത്രവും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സൃഷ്ടികളൊക്കെ അറിഞ്ഞു വെക്കണം എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കമന്റ് ഇട്ട് ഞാൻ എടുത്തതാ. ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻവോൾവ് ആയി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി പടങ്ങളൊക്കെ കണ്ടപ്പോഴും നമുക്ക് ഇത്രയും അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ കണ്ടപ്പോൾ സൂപ്പർ ഇഷ്ടമായി. അപ്പോൾ ഓക്കെ, കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? അപ്പൊ അത് നമുക്ക് നോക്കാം. അരവിന്ദനാണ്. ഓക്കെ, ജി അരവിന്ദനാണ് സിനിമ എന്ന് കേൾക്കൽ കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ. അടുത്തത്, പരമ്പരാഗത നാടോടി നൃത്തമായിട്ടുള്ള ഖുമാർ. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഖയാൽ, ഖുമാർ നമ്മൾ കണ്ട ഡാൻസാ. ഖയാല്, ഖുമാർ. ഏത് സ്ഥലത്ത് ഏതാ? SCRT-യിലുണ്ട്, രാജസ്ഥാനാണ് അല്ലെ. അപ്പൊ ഇത് ഓർത്ത് വെച്ചോളൂല്ലോ. ഇപ്പം ഗർഭ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, പിന്നെ ഒഡീഷ, പിന്നെ അതേപോലെ ആസാമിലത്തെ സാത്രിയ, ബിഹു, പജാപാലി ഒക്കെ ഉണ്ട്. പിന്നെ അടുത്തത് ഛൗ, ഓർമ്മയുണ്ടോ? നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ അവിടുത്തെ ആയിരുന്നത് അല്ലെ. ഇനി ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് വന്നത്? 1955. ഹിന്ദു മാരേജ് ആക്ട് 1955, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1955, പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955, അങ്ങനെ ഒത്തിരി എണ്ണം. ഓക്കെ, എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് 55. അപ്പം ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 55-നാണ്. നാട്യകൽപദ്രുമം, മാണി മാധവ ചാക്യാർ കഥകളിക്ക് കണ്ണു നൽകി.
മണി അടിക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് എല്ലാവരും പോയി കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം കൂടിയാട്ടം. അമ്മയെടുത്ത് മണി അടിക്കും. മണി മാധവ ചാക്യാർ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാ അല്ലെ? ഏതാ അത്? നാട്യകൽപ്പ ധ്രുവമാണ്. നാട്യശാസ്ത്രം ആരുടെയാന്ന് നമുക്ക് ഇപ്പൊ അറിയുന്നത്. ഇപ്പൊ നിങ്ങൾ കുറെ പേരും കുറച്ച് ലെവലപ്പായി കുറച്ച് കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അല്ലെ? അപ്പം ആ കോൺഫിഡൻസ് നിലനിൽക്കണം. ആർട്സിൽ നിന്ന് പൊതുവേ വരുന്ന ചോദ്യങ്ങൾ ആരും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലും പാടില്ല എന്നുള്ള രീതിയിലാണ് BC എപ്പോഴും ഇട്ട് വരുന്നത്. റിപ്പീറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട് വരുന്നത് നമുക്കിനി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ പുത്തനായിട്ടൊരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വരത്തില്ല. സ്കിപ്പ് അടിച്ചേക്കുക, ഒന്നും നോക്കല്ല കേട്ടോ. നാട്യശാസ്ത്രമാണെങ്കിൽ ഭാരതമുനി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? ഇത് നമ്മുടെ ഡിഗ്രിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമല്ലേ അല്ലേ? ഓക്കെ, ഏതാ? കൂടിയാട്ടവും മുടിയേറ്റുമാണ്. മുടിയേറ്റം എന്തായിരുന്നു? മുടിയേറ്റം മുടി കാളയെ പോലെ ഉറഞ്ഞു തുള്ളി. അപ്പം ദാരിക കാളയുമായിട്ടുള്ള യുദ്ധമാണ് മുടിയേറ്റം. കൂടിയാട്ടം നമ്മൾ പറഞ്ഞു അമ്മന്നൂർ, പിന്നെ മണി മാധവ ചാക്യാർ, നാട്യകൽപ്പദ്രുമം ഓർത്തു വെച്ചോണം കൂടിയാട്ടം. അപ്പം കൂടിയാട്ടവും മുടിയേറ്റും. യുനെസ്കോ പൈതൃക പട്ടികയിൽ കൂടിയാട്ടവും മുടിയേറ്റും. ഓക്കെ, കൂടിയാട്ടവും മുടിയേറ്റും ഓർത്തോണേ. അതിന് ഓപ്ഷൻ നമ്മൾ വീഴാൻ വേണ്ടിയ ഓപ്ഷൻ എ കഥകളി തരുന്നത്. ഒരു കാര്യം ഓർത്തോണം, ഓപ്ഷൻ എ എപ്പോഴും സംശയരോഗത്തോടെ നോക്കുക. ഓപ്ഷൻ എ മാത്രം, ജീവിതത്തിൽ ആരെയും നോക്കരുത്. വേറെ അങ്ങനെ ജീവിതം കുളമായപ്പോൾ ഓപ്ഷൻ എ സംശയത്തോടെ പക്ഷെ നോക്കാം. നമുക്ക് അത്ര കൺവീനിയന്റ് ആയിട്ട് ഓപ്ഷൻ എയിൽ PSC കൊണ്ടിടുന്നത് റയറാ. ഓക്കെ, കൺഫ്യൂഷൻ വരുന്നത് തന്നെ ഓപ്ഷൻ എ കൊണ്ടിടും. ഒത്തിരി ഉത്തരങ്ങൾ എയിൽ വരും, ശരിയാ. പക്ഷെ കൺഫ്യൂഷൻ അടിച്ച് ഒന്നാമത് കുത്താൻ തന്നെ കഥകളി കണ്ടാൽ നമ്മൾ ഉറപ്പായിട്ടും കുത്താൻ പോകും അല്ലെ? അപ്പം കഥകളി ഓട്ടംതുള്ളൽ ഓർത്ത് വെച്ചോണേ. ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാരെ. അപ്പൊ കൂടിയാട്ടവും മുടിയേറ്റും. ഓക്കെ, അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? അപ്പൊ ഈ എന്താ പറയാ, കണ്ടം വെച്ച കോട്ടാണ്. അപ്പം ആദ്യത്തെ കളർ സിനിമ കണ്ടം വെച്ച കോട്ട. അപ്പം കണ്ടത്തിലും ബീച്ചിലും ഒക്കെ പല പല കളറുകളായിട്ടുള്ള ലൈറ്റുകൾ ഉണ്ടായിരുന്ന ഓർത്താൽ മതി. ഓക്കെ, കണ്ടത്തിലും ബീച്ചിലും ഒക്കെ പല കളർ ഉണ്ടെന്ന് ഓർത്താൽ മതി. ആദ്യ ശബ്ദ സിനിമയാണ് ബാലനുമാണ് കേട്ടോ. കേരളത്തിന് തനി നിൽക്കാൻ മോഹിനിയാട്ടം. ഓക്കെ, കട്ടക്ക് ഉത്തരം പറയണം. ഉത്തർപ്രദേശ്. കുച്ചിപ്പൊടി ഭയങ്കര പൊടിയാണ്, ആ പ്രദേശത്തോട്ട് ഞാൻ പോകുന്നില്ല. ഭരതനാട്യം തമിഴ്നാട്. രാജരവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏതാ? വീണമിട്ടുന്ന സ്ത്രീയാണ്. ഹംസവും ദമയന്തിയും ഉണ്ട്. വിശ്വാമിത്രനും മേനകയും ഉണ്ട്. ഉമയുടെ തപസ്യ നന്ദലാൽ ബോസിൻ്റെത്. റിവിഷനായിട്ട് എടുത്താൽ മതി. ഇനി ചെണ്ട എന്ന വാദ്യോപകരണത്തിന് ചേരാത്ത പ്രസ്താവന. ചേരാത്തത് എന്തായിരുന്നു? പഞ്ചവാദ്യത്തിൽ പെടുന്നു എന്നുള്ളതാണ് തെറ്റ്. കാട്ടിലമാന്റെ തോലുകൊണ്ടുണ്ടാക്കിയത്. അപ്പൊ അതൊരു തുകൽ വാദ്യമാണ് അല്ലെ? അപ്പൊ ഇതൊക്കെ ശരിയാ. അപ്പൊ പെടാത്തത് 2ആണ്. ഓക്കെ അല്ലേ? ഇനി സോപാന സംഗീതജ്ഞന്റെ എന്തൊക്കെയായിരുന്നു? സോപാനം, ജനഹിത സോപാനം 1ഉം 3ഉം വരും. റിവിഷൻ ആയില്ല, റിവിഷൻ വേണം. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേരെന്താ? ആദ്യത്തെ ചടങ്ങിന് കേളികൊട്ട്. കൊട്ടി തുടങ്ങി എന്നറിയിക്കാൻ വേണ്ടി അല്ലെ? അത് കഴിഞ്ഞ് കേളിക്ക്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പിന്നെ നമ്മൾ പറഞ്ഞത് തോടയമാണ്. തോട ലൈറ്റ് പോലും ഇല്ലാതെ കർട്ടന്റെ പിന്നിൽ അല്ലെ? അതിന്റെ പിന്നിൽ നിന്ന് 2 കഥാപാത്രങ്ങൾ പാട്ടനുസരിച്ച് ആക്ട് ചെയ്യുന്നു അല്ലെ? പുറപ്പാട്, നായകൻ ഹീറോ വരുമ്പോഴുള്ള, ഹീറോ വന്നു അല്ലെ? ഡാൻസ് ഒക്കെ കളിച്ച ഹീറോ വരുന്നത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ഓർത്ത് വെച്ചോണം. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഇത് ചത്രവും ചാമരവും മറക്കല്ലേ. ചരിത്രം ഉണ്ണിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓർത്താൽ മതി. ശങ്കുണ്ണി നായർ. ഇങ്ങനൊന്നും അല്ലാതെ നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിൽ നിന്നും മാണി മാധവ ചാക്യാരുമായി അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ഇത് കഥകളിക്ക് കണ്ണു നൽകി കൂടിയ നാട്ടത്തെക്കുറിച്ച് നാട്യകൽപ്പദ്രുമം എന്നുള്ള ഗ്രന്ഥം എഴുതി. ഇതും ചരിത്രവും ചാമരവും നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? 1ഉം 2ഉം 3ഉം. ചിലപ്പോൾ ഞാൻ ഈ ഉത്തരങ്ങൾ പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് ബാക്കിയുള്ളവരെ തിരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അല്ലെ? തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവകിയാണ് അല്ലെ? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി നടൻ ആരാ? PJ ആന്റണിയാണ്. ഓക്കെ അല്ലേ? അപ്പം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PJ ആന്റണിയാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ മലയാള നടനാണ് PJ ആന്റണി. ഓക്കെ, നോക്കിക്കേ. ജീവിത രസങ്ങൾ. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. അപ്പം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ. കുഞ്ഞിന്റെ ചിരി നല്ല രസമാണെന്ന് അങ്ങ് ഓർത്താൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ കുറെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. കുഞ്ഞിന്റെ ചിരി നല്ല രസമാണ്. നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ ഇതൊന്നും എന്നും പഠിച്ചു വെക്കണം ഞാൻ പറയത്തില്ല. കുഞ്ഞിന്റെ ചിരി. അപ്പം ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ജീവിത രസങ്ങൾ ഓർത്തു വെക്കാൻ പറ്റും.
ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയതാര? നല്ല രസം കുഞ്ഞിന്റെ ചിരി കാണാൻ വേണ്ടി. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ഓപ്ഷൻ എ സംശയക്കണ്ണോടെ നോക്കാവൂ. ഓപ്ഷൻ നല്ല ഷുവർ ഉണ്ടെങ്കിൽ കുത്തിക്കോണം. എന്നും പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ എയിൽ ഉത്തരം വരത്തില്ലെന്നല്ല, മറക്കല്ലേ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കുഞ്ഞിന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ജീവിത രസങ്ങൾ ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയെ അറിയപ്പെടുന്ന സിനിമ ഏതാ? ശബ്ദം, ബാലൻ അല്ലെ. എന്നാല് കളറാണെങ്കിലും കണ്ടത്തിലും ബീച്ചിലും ഭയങ്കര കളറായിരുന്നു അല്ലെ. അപ്പൊ അത് ഓർത്ത് വെക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഇനി പത്മ സുബ്രഹ്മണ്യം, നമ്മൾ കുറച്ച് മുന്നേ കണ്ടിട്ട പത്മ സുബ്രഹ്മണ്യത്തെ വന്നത് അല്ലെ. ഭരതനാട്യവുമായി ബന്ധപ്പെട്ടതാണ് പത്മ സുബ്രഹ്മണ്യം. ഇനി യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാ? ശ്രീനാരായണ ഗുരുവാണ്. ഒത്തിരി റിപ്പീറ്റഡ് ചോദ്യം. ഇനി കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? നീലാംബരിയാണ്. ഓക്കെ, രാത്രിയിൽ ആലപിക്കുന്ന രാഗം ചോദിച്ചു കഴിഞ്ഞാൽ നീലാംബരിയാണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി അടുത്തത് കഥകളി വിജ്ഞാനകോശം ആരുടെയാണെന്നറിയാം? ഐമനം കൃഷ്ണക്കൈമളാണ്. കഥകളി വിജ്ഞാനകോശം രചിച്ചതാരം ചോദിക്കും. ഐമനം കൃഷ്ണക്കൈമൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പഠിച്ചിട്ട് പോണേ. കഥകളി വിജ്ഞാനകോശം ഐമനം കൃഷ്ണക്കൈമൾ. അയ്യേ ചുമ്മാ കഥ ഇറക്കാതെ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരത്ത് പറയാറില്ലേ അല്ലെ. ചുമ്മാ കളിക്കാതെ നീ കാര്യം പറ. അപ്പൊ ഐമനം കൃഷ്ണക്കൈമൾ കഥകളി വിജ്ഞാനകോശം. ഐമനം കൃഷ്ണക്കൈമൾ കഥകളി വിജ്ഞാനകോശം. ഐമനം കൃഷ്ണക്കൈമൾ കഥകളി വിജ്ഞാനകോശം പഠിച്ചു വെച്ചോണം. ഓർത്ത് വെച്ചോളൂല്ലോ. ഇനി ചെറുകഥകളും ചലച്ചിത്രാവിഷ്കാരവും തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. നമുക്ക് ഇവിടുന്ന് കുറച്ച് പഠിച്ചിട്ട് പോവാം. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. തെറ്റ് വായിക്കണ്ട കേട്ടോ. നീലവെളിച്ചം ഭാർഗവി നില നമുക്കറിയാം. ഈ ഒരു സിനിമയും ഇറങ്ങിയല്ലോ, നീലവെളിച്ചം ഭാർഗവി നില. അപ്പൊ എന്തായാലും 3 ഉള്ളതാ ശരി എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റ ഓപ്ഷൻ എലിമിനേറ്റ് ആയി പോകും. അപ്പോഴും 3 ഓപ്ഷൻ ബാക്കി ഉണ്ടെങ്കിൽ ഒരെണ്ണം പോകും. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമ്മൾ നോക്കണം. നമുക്ക് എലിമിനേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. പക്ഷെ നോക്കിയോ, അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരെണ്ണം വെച്ച് ബാക്കിയും കൊടുത്താൻ പറ്റണം. ഇത് നോക്കിയേ, പള്ളിവാളും കാൽച്ചിലമ്പും നിർമാല്യം. ഓക്കെ, ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും വിധേയൻ. ജീവിതത്തിന്റെ വിദ്യയാണെന്നൊക്കെ വെച്ച് കണക്ട് ചെയ്താൽ ഇതിന് ഓപ്ഷനിൽ വരുമ്പോൾ കിട്ടും നമുക്ക് കേട്ടോ. അപ്പൊ 1, 2, 3 ആണ് പഠിച്ചെടുക്കണേ കേട്ടോ, പഠിച്ചെടുക്കണം. ഇനി യക്ഷഗാനം കാസർഗോഡ്, അതൊക്കെ അല്ലേ. അതേപോലെ കർണാടിക് സംഗീതത്തിൽ രാത്രിയിലത്തെ ഓർമ്മയുണ്ടോ അല്ലേ? നീലാംബരി. രാത്രിയിൽ ആലപിക്കുന്ന ഗാനം ഏതാ? നീലാംബരിയാണ്. ഇനി അടുത്തത് കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക അല്ലെ. ഏതൊക്കെയാ? കത്തി, കരി, താടി. പച്ച, കത്തി, കരി, താടി, മിനുക്കാണ് അല്ലെ. പച്ച, കത്തി, കരി, താടി, മിനുക്കാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇനി പച്ചയും മിനുക്കൂടെ ഉള്ളൂ ഇല്ലാത്തത്, ബാക്കി എല്ലാവരും. ഇപ്പൊ പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇപ്പൊ പോസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഹീറോ ആരായിരുന്നു, ആന്റി ഹീറോ ആരായിരുന്നു, സൂപ്പർ ഹ്യൂമൻ ആരായിരുന്നു, വില്ലൻ ആരായിരുന്നു, ആൻഡ് ഹീറോയിൻ അല്ലെ സെർവൻസ് ആരായിരുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. അപ്പൊ 1, 3 ആണ് ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത്. രണ്ടിലും താടിയും മിനുക്കുണ്ട്, പക്ഷെ റെപ്പറ്റീഷൻ അല്ലേ. ഈ 2 എണ്ണം അല്ലേ വരേണ്ടത്. അപ്പം പച്ച, കത്തി, കരി, താടിയും മിനുക്ക് വരുമ്പോൾ ഈ 5 എണ്ണം അല്ലേ. അതുകൊണ്ടാണ് 1, 3 ആയിട്ടുള്ളത്. അല്ലാതെ താടിയും മിനുക്കും ഉണ്ട്, പക്ഷെ റെപ്പറ്റീഷൻ ആണ്. നമുക്ക് ഇതിൽ 5 എണ്ണം വേണ്ടത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഓക്കെ അല്ലേ. ഇനി കേളി, ഇത് നമ്മൾ പറഞ്ഞതാ പഠിക്കാൻ വേണ്ടി. കേളി, ഈ നാടകം മാത്രം കണ്ടോണ്ടിരിക്കുക, അതൊന്ന് കേള്. ഓക്കെ, അപ്പം സംഗീത നാടക അക്കാഡമിയുടെയാണ് കേളി അല്ലെ. സംഗീത നാടക അക്കാഡമിയുടേതാണ് കേളി. ഇനി ചിത്രവാർത്ത ലളിതകലാ അക്കാഡമി. ചിത്രവാർത്ത ലളിതകലാ അക്കാഡമി. ചിത്രവാർത്ത ലളിതകലാ അക്കാഡമി. കേളി കേരള സംഗീത നാടക അക്കാഡമി. തളിര്, തളിരെന്ന് പറയുമ്പോഴേ ബാലൻ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. പൊളിയ, എന്താ ഓർക്ക് വെച്ച് കണ്ണു കുത്തുന്നേ? ഫോക്ലോർ അക്കാഡമി കണ്ണൂര്. പൊലി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. അതേപോലെ പ്രധാനപ്പെട്ട ഒരെണ്ണം കൂടെ പറയട്ടെ. കേരള സാഹിത്യ അക്കാഡമിയുടെ സാഹിത്യ ലോകം അല്ലെ. സാഹിത്യ ലോകം ഉണ്ടായിരുന്നു. പിന്നെ മലയാളം ലിറ്റററി സർവേ ഉണ്ടായിരുന്നു. സാഹിത്യ ചക്രവാളവുമായിരുന്നു അല്ലെ. ഇത്ര എണ്ണം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ കേളി നിങ്ങൾ ഇനി മറക്കത്തില്ല അല്ലെ. ഓക്കെ, കഥകളി വിജ്ഞാനകോശം ഓർത്തു വയ്ക്കുമോ? കഥ ഇറക്കാതെ അയ്യേ, ചുമ്മാ കളിക്കാതെ അയ്യേ. അപ്പം കഥകളി വിജ്ഞാനകോശം ഐമനം കൃഷ്ണക്കൈമളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോണേ കേട്ടോ. ഇനി കഥകളി വിജ്ഞാനകോശം എഴുതിയതാരാ? ഐമനം കൃഷ്ണക്കൈമളാണ്. ഓക്കെ അല്ലേ. ഇനി അത് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള ഈസ് അസോസിയേറ്റഡ് വിത്ത് ജേണൽ കേളി. കണ്ടുകൊണ്ട് മാത്രം ഇരിക്കാതെ കേള് അല്ലെ. സംഗീത നാടക അക്കാഡമി. ഓക്കെ, ഫോക്ലോർ അക്കാഡമി ആണെങ്കിൽ ഫോക്ക് എടുത്ത് കണ്ണിക്കുത്തി കണ്ണൂര്. അതേപോലെ പൊലി അല്ലെ, പൊലി. പിന്നെ കേരള കലാമണ്ഡലം നമ്മൾ പറഞ്ഞ 1930 വള്ളത്തോളും പിന്നെ മുകുന്ദരായനും അല്ലെ. സാഹിത്യ അക്കാഡമിയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1956 ആയിരുന്നു സാഹിത്യ അക്കാഡമി.
സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ അല്ലെ. ഇനി അടുത്ത പോലത്തെ വിച്ച് ഫിലിം ഫ്രം ഇന്ത്യ വോൺ ദി ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഇൻ കാനീസ് ഫിലിം ഫെസ്റ്റിവൽ 2024? അതേതായിരുന്നു? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ളതുമാണ്. ഇനി നോക്കി, ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടു? ഭൈരവി, ഭയമാണ് എനിക്ക്, പട വരുന്ന കണ്ടിട്ട് ഭയമാണ്. പടയണി അല്ലെ, പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. മുടിയേറ്റ് ഇതേ കിടക്കുന്നു, മുടിയില് താരനുണ്ട്, അപ്പൊ കാളിയെ പോലെ ഉറിഞ്ഞു തുള്ളി അല്ലെ. കാളിയും ധാരികയും തമ്മിലുള്ള യുദ്ധമാണ് മുടിയേറ്റം. ഓക്കെ അല്ലേ? ശരി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരായിരുന്നു? ഇത് വള്ളത്തോൾ നാരായണ മേനോനാണ്. 1930 തൃശ്ശൂരാണ്. നിലവിലത്തെ ആരായിരുന്നു എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളുമല്ലോ അല്ലെ. നിലവിലത്തേത് കണക്ട് ചെയ്തോണേ. മല്ലിക സാരാഭായ്. കേരള കലാമണ്ഡലത്തിന് നിലവിലത്തെ ചാൻസലർ മല്ലിക സാരാഭായ് ആണ്. ആരൊക്കെ ചേർന്ന് സ്ഥാപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരായനും ചേർത്ത്. രാജനും കേട്ടോ, രായനാക്കിപ്പോയി. ഇനി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ആരുടേതായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഓക്കെ. മുണ്ട് കൊഴിഞ്ഞു വീണു എന്ന് ചുമ്മാ ഓർത്ത്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കും, മുണ്ട് കൊഴിഞ്ഞു പോയി എന്ന് ചുമ്മാ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ഓരോരുത്തരെ കളിയാക്കുന്നതും കുറ്റം പറയുന്നതും പിന്നെ ഇതൊക്കെയാണ് കൂടുതൽ ഓർത്ത് വെക്കത്തില്ല. ക്രൂരമായതും ഭക്ഷണത്തിന്റെ ഇതൊക്കെ കൂടുതലായി ഓർത്ത് വെക്കും നമ്മൾ. അപ്പൊ കൊഴിഞ്ഞ ഇലകള് ജോസഫ് മുണ്ടശ്ശേരി ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടന്റ്, ഒത്തിരി റിപ്പീറ്റഡ് ആണ്. 2021 കഴിഞ്ഞ റീസെന്റ് ആയിട്ടുള്ള ഇത് പഠിക്കണേ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് പി വത്സല. റീസെന്റ് ഒക്കെ പഠിച്ചു വെച്ചോണേ. ഇനി നോക്കിക്കേ, പാട്ടുമെല്ലാം ബാക്കിയുണ്ടോ ചേച്ചി? ആരും ഒന്നും ചോദിക്കത്തില്ലേ? ദാ കിടക്കുന്നു. അപ്പൊ ഇത് ഓർത്തോണേ, ദാ മോദർ കേട്ടോ. ഓക്കെ. പാട്ടുമെല്ലാം ബാക്കിയുണ്ടോ? കെ ഉണ്ട്, ദാ കിടക്കുന്നു ഓർത്തോണേ കേട്ടോ. പാട്ട ബാക്കി കെ ദാമോദരൻ. പാട്ടുമെല്ലാം ബാക്കിയുണ്ടോ? ദാ കിടക്കുന്നു. വലിയ ഇഷ്ടത്തോടല്ല, കാരണം മെനക്കേടാ, ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടായല്ല. അപ്പം നോക്കിക്കേ, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായിട്ടുള്ളത് ഉത്തരം കണ്ടെടുത്തുക. പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ പറയും എനിക്കിത് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും പറ്റത്തില്ല, ഇത് മതി, ഇത് മതി, ഇത് മതി, എനിക്ക് പ്രേമോ ഇത് മതി. അപ്പൊ എന്ത് ഓർത്തോണം? ഋതുമതി പ്രേംജി. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ടോ? ഓക്കെ, അപ്പൊ ഋതുമതി പ്രേംജി. പിന്നെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് റിപ്പീറ്റഡ് ആണ് VT ഭട്ടതിരിപ്പാട്. ഇത് രണ്ടും റിപ്പീറ്റഡ് ആ 20+ ടൈംസ് ഞാൻ മിനിമം കണ്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ കൂടുതൽ ഇപ്പൊ കണ്ടു കാണണം. ഋതുമതി പ്രേംജി. പിന്നെ പാട്ട ബാക്കി ദാ കിടക്കുന്നു, ദാമോദരൻ അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് കിട്ടിയല്ലോ, 1ഉം 2ഉമായിട്ടുള്ളതാണ് ശരി ഉത്തരം. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കുറെയൊക്കെ കിട്ടാൻ പറ്റുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് വന്നില്ലേ? ഓക്കെ, ശരി. ഇനി നോക്കിക്കേ, കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ ചക്രവാളമുണ്ട്, പിന്നെ സാഹിത്യ ലോകമുണ്ട്, പിന്നെ മലയാളം ലിറ്റററി സർവേ ഉണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ. റെഡി അല്ലേ? അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി തീരുമാനിക്കുക കേട്ടോ. ഇത് 3 ശരിയാണ്. അപ്പൊ ഇത് പഠിച്ചു വെച്ചോണം, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാം. ഇത് നിങ്ങൾ പഠിച്ചോണേ കേട്ടോ. താഴെ പറഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതൊക്കെയാ? സാഹിത്യ ലോകമുണ്ട്, വിമർശനമില്ല. സാഹിത്യ ചക്രവാളമുണ്ട് അല്ലെ. മലയാളം ലിറ്റററി സർവേ ഉണ്ട്. 1ഉം 3ഉം 4ഉമാണ് ഇതിൽ വരിക കേട്ടോ. ഇതല്ല. ഓക്കെ, 1ഉം 3ഉം 4ഉമാണ്. ആൻസർക്ക് തെറ്റ് കൊടുത്തിട്ടുള്ള ഇതാണ് ശരിയായിട്ടുള്ളത്, കാരണം നമ്മളിത് കണ്ടുപഠിച്ചല്ലേ വന്നത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അല്ലെ. അപ്പൊ കിള്ളിക്കുരിശിമംഗലം, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം, കിള്ളിക്കുരിശിമംഗലം. കുഞ്ചൻ നമ്പ്യാർ ഓട്ടംന്നുള്ളിൽ, കുഞ്ഞു ഭയങ്കര ഓട്ടമാണ്. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം, കിള്ളിക്കുരിശിമംഗലം. ഓക്കെ, കിള്ളിക്കുരിശിമംഗലം. താഴെ തന്നിട്ടുള്ള പട്ടികയിൽ നിന്നും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. തുഞ്ചൻ സ്മാരകം തിരൂര്. ഓക്കെ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുരിശിമംഗലം. ഇത് രണ്ടെണ്ണം ഓർത്തോണം. തുഞ്ചൻ സ്മാരകം ഓർത്തു വെച്ചോണം, തിരൂര്. തുഞ്ചൻ സ്മാരകം, പിന്നെ കുഞ്ചൻ സ്മാരകം ഉണ്ട്, കിള്ളിക്കുരിശി മംഗലം. അപ്പം 1ഉം 2ഉം വരിക. റെഡി. ഇനി മാമാങ്കം നടക്കുന്നത് എവിടെയാ? തിരുനവായ അല്ലെ. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനവായ ഓർത്തോണം. യക്ഷഗാനം കാസർഗോഡുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തോണം. കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്നത് ഏതാ? ചിങ്ങം 1. പിന്നെ മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വേറൊന്നും പറഞ്ഞു, ലളിതകലാ അക്കാദമി. ഇവിടെ അതിന്റെ കേരള സർക്കാർ ആരംഭിച്ച സംരംഭം എന്താണ്? മലയാളം മിഷനാണ് അല്ലെ. മലയാളം മിഷനാണ് ആരംഭിച്ചിട്ടുള്ള സ്കീം ഏതാന്ന് ചോദിച്ചാൽ മലയാളം മിഷൻ. അതേപോലെ കൺഫ്യൂസിങ് ആകുന്നത് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അത് ലളിതകലാ അക്കാദമി. ഇവിടെ മലയാള ഭാഷയും സംസ്കാരവും ഓക്കെ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. കിട്ടിയോ? ഇനി രാജരവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏതാ? വീണ വീട്ടുന്ന സ്ത്രീയാന്നു, ഹംസവും ദമയന്തിയും അല്ലെ. വിശ്വാമിത്രൻ മേനകയും, ഉമ്മയുടെ തപസ്യ നന്ദലാൽ ബോസിൻ്റെതാ. ബോസ് വന്ന് നോക്കി നിൽക്കും, എന്ത് സതി നടക്കുന്നുണ്ടോ എന്ന് ബോസ് വന്ന് നോക്കി നിൽക്കും. അപ്പൊ ഒരു വില്ലേജ് ഡ്രമ്മറും ഗ്രാമീണ
ഗ്രാമീണ ചെണ്ടക്കാരനോട് ഉണ്ട് ചെണ്ട കൊട്ടാൻ വേണ്ടി അല്ലേ. ഭൂമിയുടെ തപസ് നന്ദലാൽ ബോസ്. അപ്പൊ നമ്മളെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമന്റ് ചെയ്യണം. ഇതേപോലെ അടുത്ത ടോപ്പിക്സ് നമുക്ക് പഠിക്കാം. ആർട്സ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എന്തൊക്കെ സ്കിപ്പ് ചെയ്ത് ധൈര്യമായിട്ട് പോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആർട്സ് പോലത്തെ ചോദ്യങ്ങൾ വന്നിട്ടാണ് ബാക്കിയുള്ള സബ്ജക്റ്റിലെ കൂടെ നമുക്ക് ടെൻഷൻ ആക്കി തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, എല്ലാം അറ്റൻഡ് ചെയ്തും എല്ലാം പെർഫെക്റ്റ് ആയി പഠിച്ചവർ ആരുമില്ല. നമ്മൾ ഏറ്റവും മാക്സിമം പറ്റുന്നത് അറ്റൻഡ് ചെയ്യും, ഏറ്റവും മാക്സിമം ഉപദ്രവിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുകയും ചെയ്തതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അപ്പം ബൈ ബൈ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.